അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. വെൽക്കം സ്റ്റുഡൻസ് ടു ദിസ് ന്യൂ സെഷൻ. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റബ്ബർ ക്രോപ്പിന്റെ മേജർ ആയിട്ടുള്ള ഡിസീസസ് ആണ്. അപ്പൊ ഇതിൽ കുറച്ച് അധികം ഡിസീസസ് ഉണ്ട് ആൻഡ് അതിനെ ഒരു 2-3 ക്ലാസിഫിക്കേഷൻസ് പോലെയും ചെയ്തിട്ടുണ്ട് ഇനിഷ്യലി. അപ്പോൾ അത് ഏത് പാർട്ടിനെയാണ് അഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഞാനിതൊരു ഈ ഒരു സെഷന്റെ ഒരു ബേസിക് ഒരു അജണ്ട പോലെ ഫസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് തരാം. അതായത് നമ്മൾ റബ്ബറിന്റെ ഒരു 3 ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് that we are going to discuss leaf diseases, stem diseases and root diseases. അപ്പോൾ ഇതിനകത്ത് ലീഫിനകത്ത് പറയുമ്പോൾ തന്നെ ഒരു 6 ഡിസീസസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ സ്റ്റെമ്മിലേക്ക് വരുമ്പോൾ ഒരു 4 എണ്ണം, റൂട്ടിലേക്ക് വരുമ്പോൾ മേജർ ആയിട്ടുള്ള 2 എണ്ണമാണ്. അപ്പോൾ ഒരു എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ ഫസ്റ്റ് ഓരോ ക്രോപ്പ് ഏതാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഏതൊക്കെ പാർട്സിനെ അഫക്ട് ചെയ്യുന്ന ആ ഒരു ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കുക. ഓരോന്നും നിങ്ങളെ പേര് വെച്ചിട്ട് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി ടൈം പേരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പൊ കുറെ ക്രോപ്സിനെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഭയങ്കര റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഡിസീസസ് ഒത്തിരി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈസിയാണ്. പിന്നെ ഞാൻ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ ഒരു ടേബിൾ ഫോർമാറ്റിൽ നിങ്ങൾ ഓരോ ഡിസീസസിനെയും നോട്ട് ഡൗൺ ചെയ്ത് അതിന്റെ പാത്തജൻ ഏതാണ്, സിംറ്റംസ് ഏതാണ്, മോഡ് ഓഫ് സ്പ്രെഡ് ഉണ്ടെങ്കിൽ അത്, പിന്നെ സിംറ്റംസ്, മാനേജ്മെന്റ്, അങ്ങനെ കുറച്ച് നെസസറി ആയിട്ടുള്ള കോളംസ് വരച്ച് നിങ്ങൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ക്ലാസ്സിലെ പോയിന്റ്സ് എല്ലാം നോക്കുക. അഡീഷണൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ആ ടേബിളിൽ നോട്ട് ചെയ്ത് വെക്കുക. അതിലേക്ക് ഒരു സെപ്പറേറ്റ് കോളം പോലെ കമന്റ്സ് അല്ലെങ്കിൽ നോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് കോളം കൂടെ കൊടുക്കുക. അങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത്രയും വലിയ കുറേ ക്രോപ്സിന്റെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നോട്ട്സ് ഭയങ്കര കൺസോളിഡേറ്റഡ് ആയിട്ട് കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് കിട്ടും. സോ അത് തന്നെ ഇവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് റബ്ബറിന്റെ കീഴിൽ നമുക്ക് 3 ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ഉണ്ട്: ലീഫ് ഡിസീസസ്, സ്റ്റെം ഡിസീസസ് ആൻഡ് റൂട്ട് ഡിസീസസ്. സോ അത് വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആകരുത്. സോ നമുക്ക് ഇനി ഓരോ ഡിസീസിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് ലീഫിൽ വരുന്ന ഡിസീസസ് ആണ്. അപ്പോൾ സോ ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് ലീഫ് ഡിസീസസ്. ലീഫ് ഡിസീസസ് പറയുമ്പോൾ നമുക്കൊരു 6 ഡിസീസ് ഞാൻ പറഞ്ഞു. അപ്പൊ 6 ഡിസീസിന്റെ പേര് ഞാൻ പറയാം. abnormal leaf fall എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് ഡിസീസ്. സെക്കൻഡ് വൺ ബിക്കംസ് പൗഡറി മൈൽഡ്യൂ. പൗഡറി മൈൽഡ്യൂ ഇപ്പൊ നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരു പേരാണ് അല്ലെ? അപ്പൊ ഇത് എളുപ്പമാണ് പഠിക്കാൻ, പൗഡറി മൈൽഡ്യൂ. പിന്നെ കോർണിസ്പോറ ലീഫ് സ്പോട്ട് ഡിസീസ്, ഇതും നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരു പേരാണ്. ഫോർത്ത് ഡിസീസ് വരുമ്പം കൊളിറ്റോ ട്രൈക്കം ലീഫ് ഡിസീസ്, ലീഫ് സ്പോട്ട് ഡിസീസ് ആണ്. ഇത് നിങ്ങൾ മുന്നേ എവിടെയോ ഒന്ന് രണ്ട് ക്രോപ്പിനെ എവിടെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതും പുതിയതല്ല. പിന്നെ ഉള്ളത് ബേർഡ്സ് ഐ സ്പോട്ട് ആണ്, ബേർഡ്സ് ഐ സ്പോട്ട്. പിന്നെ 6th വൺ കംസ് സൗത്ത് അമേരിക്കൻ ലീഫ് ബ്ലൈറ്റ്. ലീഫ് ബ്ലൈറ്റ് ഡിസീസ് ഒക്കെ നിങ്ങൾ പൊതുവെ കണ്ടിട്ടുണ്ടാവും, ലൈക് പൊതുവെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സിലുണ്ട്. പക്ഷെ സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക രീതിയിലുള്ള ഒരു ഡിസീസ് ആയിട്ട് നമ്മളിവിടെ പറയുന്നുണ്ടെങ്കിലും ഇറ്റ് വിൽ ബി മോസ്റ്റ് കോമൺലി ഷോയിങ് ദ സിംറ്റംസ് ഓഫ് ലീഫ് ബ്ലൈറ്റ്. ലീഫ് ബ്ലൈറ്റിന്റെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സിംറ്റംസ് ഒക്കെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി എന്ത് ചെയ്യുന്നത് ഈ ഒരു റബ്ബർ എന്ന ക്രോപ്പും കാണിക്കുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കമ്മിങ് ടു ദ ഫസ്റ്റ് വൺ, അബ്നോർമൽ ലീഫ് ഫോൾ. അബ്നോർമൽ ലീഫ് ഫോൾ എന്ന് പേര് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ഇല കൊഴിയുക. ഇല കൊഴിയുന്നത് നമുക്കറിയാം. ഒരു ഇല, പുതിയൊരു ഇല വന്നു കഴിഞ്ഞാൽ അത് യങ് ആയിട്ട് അത് പിന്നെ മെച്ചേർഡായി അതിന്റെ ഒരു ടൈം പീരീഡ് ഉണ്ട്. അതിന് ആ ടൈം പീരീഡ് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് കൊഴിഞ്ഞു പോകുന്നത്. പക്ഷെ അത് ആ ടൈം പീരീഡിന് മുന്നേ എന്താണ്, ബിഫോർ ഇറ്റ്സ് മെച്ചുറിങ് പീരീഡ് അതെന്ത് ചെയ്യുന്നു, കൊഴിഞ്ഞു പോകുമ്പോഴാണ്, അബ്നോർമലായിട്ട് കൊഴിഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ അതിന്റെ അബ്നോർമൽ ലീഫ് ഫോൾ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ കോസ് പറഞ്ഞു കഴിഞ്ഞാൽ, കോസറ്റീവ് ആയിട്ടുള്ള ഏജന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗസ് തന്നെയാണ്. ഫൈറ്റോഫ്തോറ മിയഡായി അല്ലെങ്കിൽ ഫൈറ്റോഫ്തോറ സ്പീഷീസിൽ വരുന്ന വേറെ ഫംഗസുകളുണ്ട്. ബട്ട് മെയിൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈറ്റോഫ്തോറ മിയഡായി ആണ്
നമ്മുടെ കോസറ്റീവ് ഏജന്റ് ആയിട്ട് വരുന്നത്. ഇനി ഇത് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് ടൈം, അതായത് നമ്മുടെ മൺസൂൺ പീരീഡിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഡിസീസ് കാണപ്പെടുന്നത്. ആൻഡ് ഇത് ഇന്ത്യയിൽ ഒത്തിരി റബ്ബർ ക്രോപ്പിന്റെ ലോസിന് കാരണമായിട്ടുള്ളൊരു ഭയങ്കര ഹൈലി ഡാമേജിങ് ആയിട്ടുള്ളൊരു ലീഫ് ഡിസീസ് കൂടിയാണ്. പിന്നെ ഇതിന്റെ സിംറ്റംസ് ചോദിച്ചു കഴിഞ്ഞാൽ അബ്നോർമൽ ആയിട്ടുള്ള ലീഫ് ഫോൾ ആണ്. ഇവിടെ പല രീതിയിൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഒരു ഗ്രീൻ പോട്ട്സ്, അതായത് ഇൻഫെക്ഷൻ ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്നത് ഈ ഗ്രീൻ പോഡുകളിലായിരിക്കും. അതിന്റെ ഗ്രീൻ പോട്ട്സിൽ ചിലപ്പോൾ ഇത് ട്രീയിൽ തന്നെ ഉണ്ടാവും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ ഗ്രീൻ പോട്ട്സ് കൊഴിഞ്ഞിട്ടുണ്ടാവും. അതിലൊക്കെ ചെറിയ ഇൻഫെക്ഷൻ പോലെ, അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പോഡായിട്ടായിരിക്കില്ല കാണുക, അത് കുറച്ച് അതിനെന്തെങ്കിലുമൊക്കെ ഇൻഫെക്റ്റഡ് ആയിട്ട് അത് കേടുവന്നതുപോലെയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇത് അബ്നോർമൽ ആയിട്ട് കൊഴിഞ്ഞു പോകുന്ന ഇലകളാണല്ലോ. അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് വരുന്ന ഈ ഇലയും സ്റ്റെമ്മുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ പീറ്റിയോള് അല്ലേ. അപ്പൊ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് കേട് വന്നിട്ട് കൊഴിഞ്ഞു പോകുന്നത്, അബ്നോർമൽ ആയിട്ട് കൊഴിഞ്ഞു പോകുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഇത് ഇൻഫെക്ട് ചെയ്യുന്നത് പീറ്റിയോൾസിനെയാണ്. ആൻഡ് അവിടെ ഏറ്റവും കൂടുതൽ വാട്ടർ സോക്ഡ് ആയിട്ടുള്ള ലീഷൻസ് കാണാനായിട്ട് നമുക്ക് പറ്റും. ദാറ്റ് ടേൺ ഡാർക്ക് ബ്രൗൺ ഓർ ബ്ലാക്ക്. തുടക്കത്തിൽ ചെറിയൊരു അവിടെ വാട്ടർ ഇങ്ങനെ കെട്ടി നിന്ന് അഴുകിയത് പോലത്തെ ഒരു ടെക്സ്ചർ നമുക്ക് ആ പീറ്റിയോൾസിൽ കാണാൻ പറ്റും. അങ്ങനെ നിൽക്കുക. ആൻഡ് ഓൾസോ ചില സമയങ്ങളിൽ നമുക്ക് വിത്ത് കൊയാഗുലേറ്റഡ് ലേറ്റക്സ് ഡ്രോപ്പ്, ഈ റബ്ബറിന്റെ ലേറ്റക്സിന്റെ ഒരു ഡ്രോപ്പ് ഒക്കെ ചിലപ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ലീഫിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംറ്റം എന്നത്. പിന്നെ അതിന് മുന്നേ ഇനിഷ്യലി തന്നെ ലീവ്സിൽ ഇത് കാണുന്നതിന് മുന്നേ തന്നെ ഗ്രീൻ പോട്ട്സിലായിരിക്കും മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ കാണപ്പെടുക. പിന്നെ ഇങ്ങനെ പീറ്റോൾസിന്റെ അവിടെ ആ ഒരു അഴുകിയതുപോലെ ആകുമ്പോൾ പിന്നെ അതിന് സ്ട്രെങ്ത് ഇല്ല, ലീഫ് പിന്നെ സർവൈവ് ചെയ്തില്ല, അത് കൊഴിഞ്ഞു വീഴും. പിന്നെ ഈ ഇലയിൽ തന്നെ മിഡ്രിബ് ലാമിന റീജിയനിലൊക്കെ എന്താണ് കളർ. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്. ഭയങ്കര ഡള്ളായിട്ടുണ്ടാവും, ഡൾ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ട് മാറുന്നുണ്ടാവും. ആൻഡ് ഫംഗസ് ഓൾസോ അഫക്ട് ഗ്രോയിങ് ഷൂട്ട്സ് ആൻഡ് യങ് ട്രിക്സ് ലീഡിങ് ടു റോട്ടിംഗ് ആൻഡ് ഡൈബാക്ക്. റോട്ടിംഗും ഡൈബാക്കും സിംറ്റംസും ഒക്കെ ഇത് കാണും. ഇനി റോട്ടിംഗും ഡൈബാക്കും എന്തൊക്കെയെന്ന് റെപ്പിറ്റേറ്റീവ് ആയിട്ട് പറഞ്ഞു, കുറെ ക്രോപ്സ് നമ്മൾ വളരെ ഡെപ്തിൽ ഡിസ്കസ് ചെയ്ത സിംറ്റംസ് ആണ്. സോ അബ്നോർമൽ ലീഫ് ഫോൾ നോക്കിക്കഴിഞ്ഞാൽ ലീഫിന്റെ പീറ്റോൾസിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു ലീഷൻ കാണാൻ പറ്റുന്നത്. പിന്നെ ഡൈബാക്ക്, റോട്ടിംഗ് ഇതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇനീഷ്യൽ സ്റ്റേജസിൽ ഗ്രീൻ പോട്ട്സ് ഇൻഫെക്ഷൻ വന്ന് കൊഴിഞ്ഞു വീഴുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇതാണ് ഈ ഒരു ഡിസീസിന്റെ അബ്നോർമൽ ലീഫ് ഫോളിന്റെ കോസറ്റീവ് ഏജന്റും സിംറ്റമും വരുന്നത്. ഫൈറ്റോഫ്തോറമിയുടെ ആണ് പേര് ഓർത്ത് വെച്ചേക്കുക. പിന്നെ മേജർ ആയിട്ടുള്ള സിംറ്റംസ് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇതിനെങ്ങനെ കൺട്രോൾ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള, അതായത് ഈ ഡിസീസിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്ലോൺസ് മേജർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രോൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആൻഡ് അത് ഹൈ ടോളറൻസ് ഉള്ള റെസിസ്റ്റന്റ് ക്ലോൺസ് തന്നെ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. RR-TT105, PB217, RR-430, RR-414 ഇങ്ങനെ ഈ ഒരു സ്പീഷീസിന് ജസ്റ്റ് എക്സാമ്പിൾസ് നോക്കി വെച്ചിരിക്കുക. RR ആണ് നമ്മുടെ 3 ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഒരു കൺവീനിയൻസിന് ഈ പേരുകൾ ഓർത്ത് വെച്ചേക്കാം. റെസിസ്റ്റന്റ് ക്ലോൺസ് അബ്നോർമൽ ലീഫ് ഫോളിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ യൂഷ്വലി ഫംഗൽ ഡിസീസ് ആണ്. അപ്പോൾ ഫംഗൽ ഡിസീസിന് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഫംഗിസൈഡ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹൈ വോള്യൂം സ്പ്രേയിങ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളെപ്പോഴും പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഫംഗിസൈഡ്സ് സ്പ്രേ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഹൈ വോള്യൂം സ്പ്രേ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഹൈ വോള്യൂംസിൽ അവൈലബിൾ ആയിരിക്കും. അതിൽ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു സോൾവെന്റ് വളരെ കുറച്ച് പെർസെൻറ്റേജ് കാണുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ബോർഡ് ഓഫ് മിക്സ്ചർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് എസ്പെഷ്യലി യങ് റബ്ബർ നഴ്സറീസിൽ ചെറിയ ലൈക്ക് നമ്മൾ ചെറിയ ഈ ചെടി തൈകൾ നട്ടു വളർത്തുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ റബ്ബർ പ്ലാന്റ്സിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് തളിക്കുന്നത്. പക്ഷെ കൂടുതലും നമ്മൾ ഒരു ലാർജ് ലെവലിൽ ആപ്ലിക്കേഷൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ കോപ്പർ ഓക്സിക്ലോറൈഡ് COC ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്ത് കണ്ടുവരുന്നത്. ആൻഡ് അതൊരു ലോ വോള്യൂം സ്പ്രേയിങ് ആണ്. അതായത് സ്പ്രേ ഓയിൽ ഒരു 5 യൂണിറ്റ്സ് എടുത്താൽ 1 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കോപ്പർ ഓക്സിക്ലോറൈഡ് യൂസ് ചെയ്യുള്ളൂ. യൂണിറ്റ് എന്ന് പറയുമ്പോൾ ജനറലി ഗ്രാംസിലോ ലിറ്റേഴ്സിലോ അങ്ങനെയൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, സോ കോപ്പർ ഓക്സിക്ലോറൈഡും ബോർഡോക്സ് മിക്സ്ചറാണ് നമ്മൾ സാധാരണ ഏതൊരു
ഫംഗൽ ഡിസീസിന് യൂസ് ചെയ്യുന്ന പോലെ ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളത്, കാരണം നമുക്ക് മനസ്സിലായിട്ടുള്ളത് വെച്ചാൽ ലീഫിൽ അഫക്ട് ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പൊ നഴ്സറിയിലെ ചെറിയ ചെടികളിലാണെങ്കിലും ഒക്കെ നമുക്ക് മനുഷ്യനായിട്ട് നമുക്ക് തളിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ വലിയ മരങ്ങളിലൊക്കെയാണ് ഇത് വരുന്നതെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ കേസസിൽ ഏതൊരു നമ്മളൊരു മൈക്രോൺ സ്പ്രെയർ യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ഹെലികോപ്റ്റർ യൂസ് ചെയ്തിട്ട് ഏരിയയിൽ, കാരണം ഇത് ഭയങ്കരമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഹെക്ടർ കണക്കിന് ഏക്കർ കണക്കിന് റബ്ബർ തോട്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ ഹെലികോപ്റ്റേഴ്സ് യൂസ് ചെയ്തും ചിലപ്പോഴൊക്കെ അവർ സ്പ്രേ ചെയ്യാറുണ്ട്. കാരണം ഇത് ഒത്തിരി സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ മരങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കേടുവന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ ഫ്രീക്വൻസി നമ്മൾ പിന്നെ ഈ ഒരു ബോർഡോക്സ് മിക്സ്ചർ അല്ലെങ്കിൽ COC അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എവറി 4 to 6 weeks ടൈംഡ് ക്ലോസ് ടു ദി മൺസൂൺ. മൺസൂൺ അടുക്കാറാകുമ്പോൾ ഓരോ 4 ആഴ്ചയും അല്ലെങ്കിൽ ഓരോ 6 ആഴ്ച, സിംപ്ലി പറഞ്ഞാൽ മാസത്തിലൊരിക്കൽ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ഹെക്ടർ, അതായത് ഇപ്പൊ മെച്ചുവർ ആയിട്ടുള്ള ട്രീസ് ഉണ്ട്, നമ്മൾ അതായത് ഈ ലാറ്റക്സ് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മെച്ചുവർ ആയിട്ടുള്ള ട്രീസ് ഉള്ളതിൽ ഒരു ഹെക്ടറിൽ നമുക്ക് 3000 ലിറ്റർ ആണ് വേണ്ടി വരിക സ്പ്രേ ചെയ്യേണ്ട ഫംഗിസൈഡിന്റെ ആവശ്യം വരിക. പിന്നെ ഹൈ വോളിയം സ്പ്രേയിങ് ഇസ് ലേബർ ഇന്റൻസീവ്. നമ്മൾ പറഞ്ഞു ഇത്രയും ഒത്തിരി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്കിത് പോയി സ്പ്രേ ചെയ്യുന്നത് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. കാരണം മെച്ചുവർ ട്രീസും കൂടെ ആണെങ്കിൽ എങ്ങനെയാണ് അത് തളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം 10 മുതൽ 15 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ 0.4 ഹെക്ടേഴ്സ് മാത്രമേ അവർക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത്രയ്ക്കും ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഈ സ്പ്രേയിങ് ചെയ്യുക. എസ്പെഷ്യലി വലിയ മരങ്ങളിലാണെങ്കിൽ നമുക്ക് അതിൽ തളിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലേ. സോ അതാണ് നമുക്ക് അബ്നോർമൽ ലീഫ് ഫോൾ ഡിസീസിനെ കുറിച്ച് റബ്ബറിൽ പറയാനുള്ളത്. രണ്ടാമത്തെ ലീഫ് ഡിസീസ് എന്ന് പറയുന്നതാണ് പൗഡറി മൈൽഡ്. പൗഡറി മൈൽഡ് നിങ്ങൾക്കറിയാം, മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് ഇലകളിൽ മെയിൻ ആയിട്ട് ഒരു വൈറ്റ് കളർ പൗഡറി സബ്സ്റ്റൻസ് കാണും. അത് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഫംഗസിന്റെ റീപ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് കിട്ടുന്ന സ്പോറുകളാണ് മോസ്റ്റ് പ്രോബ്ലി ഒരു പൗഡറി മാസ് ആയിട്ട് വരുന്നത്. പിന്നെ ഇത് ലീഫിൽ വരുന്നതായിട്ട് ലീഫിൽ ഇങ്ങനെ കൂടി നിന്നിട്ട് പിന്നീട് ലീഫ് കൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ് കോസറ്റീവ് ഏജന്റ് നോക്കാം. ഒയിഡിയം ഹീവിയെ ആണ് നമ്മുടെ ഫംഗസിന്റെ പേര്. അഫക്ട് ചെയ്യുന്നത് ഇൻമെച്ചുവർ ആയിട്ടുള്ള ലീവ്സ് ആണ്. മെച്ചുവർഡ് ലീവ്സ് അല്ല, യങ്ങർ ലീവ്സിലാണ് ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. ഇതിന് പറ്റിയ ഒപ്റ്റിമൽ കണ്ടീഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ 25 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലുള്ള സാധാ ഒരു നോർമൽ ടെമ്പറേച്ചർ ആണ് ഈ 25 to 30 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരുന്നത്. അപ്പൊ അതാണ് ഈ പൗഡറി മൈൽഡ് ഡിസീസ് വരാനുള്ള ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി സിംറ്റംസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷ്വലി കാണാൻ പറ്റുന്നത് വൈറ്റ് പൗഡറി മാസ് ഓൺ ദി യങ് ലീവ്സ്. ഈ യങ് ആയിട്ടുള്ള ലീവ്സിൽ വൈറ്റ് കളർ പൗഡറി ആയിട്ടുള്ള ഒരു മാസ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. പിന്നെ ലീവ്സ് ഇത് വരുന്നത് കാരണം ചിലപ്പോൾ അതിന്റെ ആരോഗ്യം കുറഞ്ഞിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് കേളായിട്ട് ഇല്ലെങ്കിൽ ഒരു ആരോഗ്യമില്ലാത്ത പോലെയൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഇലകൾ കൊഴിഞ്ഞ് താഴെ വീഴും. താഴെ വീഴുമ്പോഴത്തേക്കും ഇത് നല്ല ഡീകളറൈസ് ആയിട്ടുണ്ടാവും. അതായത് ഇതിന്റെ കളർ നല്ല ഡാർക്ക് ആയിട്ട് കറുത്ത നിറം പോലെ ആയിട്ടുണ്ട്. അപ്പൊ താഴേക്ക് ഇങ്ങനെ ഫുൾ ഇങ്ങനെ കറുത്ത ഇലകൾ ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് കാർപ്പറ്റ് പോലെ ഫീൽ ചെയ്യും. അത്രയും ലീവ്സ് കൊഴിഞ്ഞു പോകാനായിട്ട് ഈ ഒരു പൗഡറി മൈൽഡിന്റെ ചാൻസസ് ഉണ്ട്. പിന്നെ ഓൾസോ ഈ വൈറ്റ് പൗഡറി മാസസ് ചിലപ്പോൾ സ്പോർസും ചിലപ്പോൾ പിന്നീട് ഡാർക്കർ കളേഴ്സിലോട്ട് കൺവേർട്ട് ആവും. അങ്ങനെ ഒരു ബ്ലാക്ക് കളർ കൂടുതൽ നമുക്ക് അപ്പിയർ ചെയ്യുന്നത് കാണാൻ പറ്റും. പിന്നെ ലീഫ് പോയിട്ട് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് പീറ്റ്യൂൾസിനെയും ഇൻഫ്ലോറസൻസിനെയും യങ് ഫ്രൂട്ട്സിനെയാണ് നമ്മളിത് ഈ ഒരു ഡിസീസ് അഫക്ട് ചെയ്ത് കണ്ടുവരുന്നത്. പൗഡറി മൈൽഡ്യൂവിനെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് സൾഫർ ഡസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റേഷൻസിൽ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡസ്റ്റിംഗ് സൾഫറാണ്. സൾഫറിനെ ഡസ്റ്റ് ചെയ്തിട്ടാണ് ഫ്രീ ഫ്ലോ ആയിട്ട് സൾഫറിന്റെ ഈ ഡസ്റ്റ് ഫോമിൽ, അതായത് പൗഡർ ഫോമിലുള്ള സൾഫറിനെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഡോസേജ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹെക്ടറിൽ 11 മുതൽ 13 കിലോ വരെ വേണ്ടി വരും പെർ റൗണ്ട് 7 to 10 day ഇന്റർവൽസ് ഡൺ ഏർലി ഇൻ ദ മോർണിംഗ്. നമ്മൾ വെളുപ്പിനെ ഇത് അപ്ലൈ ചെയ്യാൻ വേണം. ആൻഡ് ഒരു ആഴ്ചയ്ക്ക് ഒരിക്കൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും വേണം. ഈ ഒരു ഡിസീസ് വന്നെങ്കിൽ 7 to 10 days എന്ന് പറയുന്നത് ആഴ്ചയ്ക്ക് ഒരിക്കൽ ഓൾമോസ്റ്റ്. ഇനി ഇത് ചെറിയ ചെടികൾ, അതായത് നഴ്സറീസിലോ അല്ലെങ്കിൽ യങ് പ്ലാന്റേഷൻസിലോ ആണെങ്കിൽ നമ്മൾ വെറ്റബിൾ സൾഫർ യൂസ് ചെയ്യും. വെറ്റബിൾ സൾഫറിന്റെ കോൺസെൻട്രേഷൻ 0.2% ഉള്ള വെറ്റബിൾ സൾഫർ ആയിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ കാർബൺ ഡാസിയം യൂസ് ചെയ്യും 0.05%. ചിലപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും കാർബൺ ഡാസിയം 0.025% എടുത്തിട്ട് വെറ്റബിൾ സൾഫർ 0.1% എടുക്കും. അതായത് രണ്ടിന്റെ ഹാഫ് എടുക്കും. അതായത് ഇവിടെ നമ്മൾ വെറ്റബിൾ സൾഫർ മാത്രം എടുക്കണമെങ്കിൽ 0.2% എടുക്കും. കാർബൺ ഡാസിയം ആണെങ്കിൽ 0.05. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഈ കോൺസെൻട്രേഷന്റെ പകുതി ആയിരിക്കും. 0.2 എന്നുള്ളത് 0.1, 0.05 എന്നുള്ളത് 0.025 ആയിട്ട് എടുക്കും. പിന്നെ ഫ്രീക്വൻസി അഗെയിൻ 7 to 15 days. ഇവിടെ 7 to 10 days പറഞ്ഞു, ഇവിടെ 7 to 15 days ഇടയ്ക്കാണ് നമ്മൾ ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്നത്.
സോ ഇതാണ് നമുക്ക് പൗഡറി മൈൽഡിനെ കുറിച്ച് പറയാനുണ്ടായത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ഡിസീസ്, കോർണിസ്പോറ ലീഫ് ഡിസീസ് ഉണ്ടാക്കുന്ന ഏജന്റ് നോക്കിക്കഴിഞ്ഞാൽ കോർണിസ്പോറ കാസിക്കോള. ഇപ്പൊ കോർണിസ്പോറ എന്ന് പറയുന്ന ഡിസീസിന്റെ പേര് അറിയാമെങ്കിൽ അതിന്റെ ഫംഗസിന്റെ പേര് ഓർത്തിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കോർണിസ്പോറ കാസിക്കോള എന്നാണ്. കോർണിസ്പോറ കാസിക്കോള. ഇതിന് മുന്നേ ഈ ഒരു ഡിസീസ് ഒരു ഔട്ട്ബ്രേക്ക് എപ്പിഡമിക് പോലെ വന്നിട്ടുണ്ട്. അത് ശ്രീലങ്കയിലും ഇന്ത്യയിലും കുറെ വർഷങ്ങൾക്ക് മുന്നേ മെച്ചൂർ പ്ലാന്റേഷൻസിൽ ഇങ്ങനെ ഒരു എപ്പിഡമിക് ഡിസീസ് പോലെ ഇത് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഡിസീസാണ് ഈ കോർണിസ്പോറ ലീഫ് ഡിസീസ്. അപ്പോൾ ഇതിന്റെ സിംറ്റംസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ യങ് ആയിട്ടുള്ള ലീവ്സിൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പൗഡറി മൈൽഡിയും യങ് ലീവ്സ് ഇമ്മച്ചുവർ ആയിട്ടുള്ള ലീവ്സിലാണ് മെയിൻ ആയിട്ട് എന്തെങ്കിലും ഇൻഫെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മൈന്യൂട്ട് ആയിട്ടുള്ള സ്പോട്ടുകളായിട്ടായിരിക്കും നമ്മൾ ഈ തുടക്കത്തിലെ സിംറ്റംസ് കാണുന്നത്. അതായത് ഇതൊരു ലീഫ് ഡിസീസ് എന്ന് പറയുന്നത് ഇതൊരു ലീഫ് സ്പോട്ട് ഡിസീസ് ആണ്. ലീഫ് സ്പോട്ട് ഡിസീസ്. അപ്പൊ ഈ ലീഫ് സ്പോട്ട് ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ആ ഇലകളിൽ ഡോട്ട് സ്പോട്ടുകളായിട്ട് കാണപ്പെടും ഈ ഒരു ഫംഗസിന്റെ പ്രസൻസ്. അപ്പോൾ ഇനിഷ്യലി നമുക്ക് മൈന്യൂട്ട് സ്പോട്ട്സ് ഈ ഒരു യങ്ങർ ആയിട്ടുള്ള ഇമ്മച്ചുവർ ആയിട്ടുള്ള ലീവ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് ഈ സ്പോട്ട്സ് വലുതായിട്ട് കുറച്ചുകൂടെ സർക്കുലർ ആയിട്ട് വരുന്നതും കാണും. നടുക്ക് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറും ചുറ്റും കുറച്ചൊരു യെല്ലോ നിറത്തിൽ. നമ്മൾ പൊതുവെ ഈ ലീഫ് സ്പോട്ട് ഡിസീസസിന്റെ ഒക്കെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്. ഒന്ന് രണ്ട് ടൈപ്പാണ് നമ്മൾ പൊതുവെ ലീഫ് സ്പോട്ടിൽ കാണുന്നത്. ഒന്നേലും മൊത്തത്തിൽ ഡാർക്ക് കളർ ആയിരിക്കും, ഇല്ലെങ്കിൽ നടുക്ക് ഒരു ഡാർക്ക് കളർ വന്നിട്ട് ചുറ്റും ഒരു ഹാലോ കളർ ഒരു മഞ്ഞ നിറം പോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് വേറൊരെണ്ണം കാണുന്നത്. അതാണ് കോർണിസ്പോറയിൽ നമ്മൾ കാണപ്പെടുന്ന ഒരു സിംറ്റം എന്നത്. പിന്നെ ഇത് ലീഫ് ബ്ലൈറ്റിന് കാരണമാണ് ഡിഫോളിയേഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ഷോർട്ട് ഹോൾസ്. അതായത് ലീഫിന്റെ ആരോഗ്യം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ലീഫ് ബ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ശോഷിച്ചു പോകുക, അത് ശോഷിച്ചു പോകുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ അത് കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, ഡിഫോളിയേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിന്റെ ഓട്ടകൾ വരാൻ, അതായത് ചെറിയ ചെറിയ ഹോൾസ് അതിൽ ഫോം ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയാണ് മെയിൻ ആയിട്ട് കോർണിസ്പോറ ലീഫ് ഡിസീസിൽ നമ്മൾ കാണപ്പെടുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ സ്പോട്സ് കാണാൻ പറ്റും, പിന്നെ അത് വലുതായി വരും, പിന്നെ ഓൾസോ ലീഫ് കൊഴിഞ്ഞു പോകും. അൾട്ടിമേറ്റ്ലി സ്പ്രെഡ് ആയ ലീഫ് മൊത്തം ഇൻഫെക്ട് ആയി കഴിയുമ്പോൾ അത് കൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ ആ ഇലയിൽ ഓട്ടകളൊക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെയുള്ളത് ഇത് ഡെവലപ്പ് ചെയ്യുന്ന കണ്ടീഷൻസ്, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് യങ് ലീവ്സ് ഡ്യൂറിങ് റീഫോളിയേഷൻ ആഫ്റ്റർ വിന്റർ. ഈ നമുക്കറിയാം ചില മരങ്ങളുണ്ട്, എന്താണ് ഒരു സീസൺ ആകുമ്പോഴത്തേക്കും അത് ബെറ്റർ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും, അതിന്റെ ഇലകൾ കൊഴിച്ച് കളഞ്ഞിട്ട് അടുത്ത സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സീസൺ വരുമ്പോൾ അത് വീണ്ടും ഇലകൾ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മൾ. അതുപോലെ ചെയ്യുന്ന ഒരു സ്വഭാവം റബ്ബറിനും പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ വിന്ററിങ് സമയത്ത് ചിലപ്പോൾ ഇലകളൊക്കെ കൊഴിച്ചു കളയും, എന്നിട്ട് റീഫോളിയേഷൻ നടക്കും. അത് പുതിയതായിട്ട് വീണ്ടും ഇലകൾ തിളർത്ത് വരും. ആ സമയത്തുള്ള യങ് ലീവ്സ്, അങ്ങനെ വിന്ററിങ്ങിന് ശേഷം വരുന്ന റീഫോളിയേഷൻ വരുന്ന ഇലകളെയാണ് കൂടുതലായിട്ടും ഈ കോർണിസ്പോറ ലീഫ് ഡിസീസ് അഫക്ട് ചെയ്ത് കാണുന്നത്. ആൻഡ് ഇതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വിന്റർ കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ചുകൂടെ ഹയർ ടെമ്പറേച്ചർ ആയിരിക്കും അല്ലേ, ഹൈ ഹ്യൂമിഡിറ്റിയും മോഡറേറ്റ്ലി ഹൈ ടെമ്പറേച്ചേഴ്സും ആയിരിക്കും, 34 to 36 ഡിഗ്രി സെൽഷ്യസ്. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കർണാടക, സൗത്ത് കർണാടകയിൽ ഏകദേശം ഫെബ്രുവരി ടു ഏർലി ഏപ്രിൽ സമയം, നമ്മുടെ സമ്മർ സീസൺ ടൈമിലാണ്. ജസ്റ്റ് മഴയ്ക്ക് മുന്നേ ആയിട്ട് വിന്റർ കഴിയുന്ന ആ ഒരു ടൈം, തണുപ്പ് കാലം കഴിയുന്ന ആ ഒരു ടൈമിൽ, അതായത് ആക്ച്വലി സിമ്പിൾ പറഞ്ഞ സമ്മർ സീസണിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നഴ്സറീസിൽ വരുമ്പോൾ ലൈറ്റ് ഓവർ ഷെയ്ഡിങ്, അതായത് നഴ്സറീസിൽ നമ്മൾ ചെറിയ തൈകളായിരിക്കുമല്ലോ നട്ട് പൊടിപ്പിച്ചെടുക്കുക, അപ്പൊ അതിന്റെ മേളിൽ ചെറിയൊരു ഷെയ്ഡ് കൊടുക്കുന്നത് നല്ലതായിട്ടാണ് ഇവർ കണ്ടുവരുന്നത്. അത് ആ ഡിസീസിന്റെ ഇന്റൻസിറ്റിയെ കുറച്ചൊന്ന് കുറയ്ക്കും. പിന്നെ നമ്മൾ കെമിക്കൽ ആപ്ലിക്കേഷൻ എന്ന രീതിക്ക് മാൻകോസെബോ, കാർബൺ ഡാസിമോ, ബോഡോക്സ് മിക്സ്ചറും ഉണ്ട്. എഗെയിൻ യൂഷ്വലി ഉള്ള കോൺസെൻട്രേഷൻസ് ആണ്. ബോഡോക്സ് മിക്സ്ചർ ആണെങ്കിൽ 1%, കാർബൺ ഡാസിം ആണെങ്കിൽ 0.05%, മാൻകോസെബ് ആണെങ്കിൽ 0.5%. ഇന്റർവെൽസ് ഫ്രീക്വൻസി എന്നത് ഫോർട്ട്നൈറ്റ്ലി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നഴ്സറീസിന്റെ കേസിൽ. മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റേഷൻസിന്റെ കേസ് വരുമ്പോഴാണെങ്കിൽ നമ്മൾ ലോ വോളിയം സ്പ്രേയിങ് ആണ്. ഇവിടെ ആണെങ്കിൽ ഹൈ വോളിയം സ്പ്രേയിങ് ആണ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഹയർ പെർസെന്റേജിൽ നമ്മൾ ആ സ്പ്രേയിങ് മിക്സ്ചറിൽ കാണും. അതേസമയം മെച്ചുവർ പ്ലാന്റേഷൻസിൽ വരുമ്പോഴത്തേക്കും സ്പ്രേയിങ് മിക്സ്ചറിൽ വളരെ കുറച്ച് എമൗണ്ട് എന്ത് കാണത്തുള്ളൂ, നമ്മുടെ ഈ ഒരു ഫംഗിസൈഡ് അല്ലെങ്കിൽ ആ ഒരു കെമിക്കൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇവിടെയും COC ആണ് യൂസ് ചെയ്യുന്നത്. സ്പ്രേ ഓയിലിൽ ഡിസ്പോസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. റേഷ്യോ 1:5, അതായത് 5 parts ഓഫ് സ്പ്രേ ഓയിലിൽ 1 part ഓഫ് കോപ്പർ ഓക്സിക്ലോറൈഡ് കാണാറുണ്ട്. പിന്നെ ഡോസേജ് എന്ന് പറയുന്നത് പെർ ഹെക്ടറിൽ നമ്മൾ 40 ലിറ്റർ ഓഫ് സ്പ്രേ ഓയിൽ എടുത്തിട്ട് അതിൽ 8 കിലോഗ്രാം COC ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒരു ഹെക്ടറിന്റെ കണക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 1:5 ആണ് റേഷ്യോ നമ്മൾ എടുക്കുന്നത്. സോ ആ റേഷ്യോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, 8 കിലോഗ്രാം ഫോർ 40 ലിറ്റേഴ്സ്. ഓക്കെ. പിന്നെ ഷെഡ്യൂൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 തവണയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ലീവ്സ് ആർ ലൈറ്റ് ഗ്രീൻ
ഈ ഇലകൾ ജസ്റ്റ് പുതിയതായിട്ട് റീഫോളിയേറ്റ് ചെയ്ത് വന്ന സമയത്ത് ഒരു ഇളം പച്ച നിറമായിട്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് തളിക്കും. പിന്നെ രണ്ടാമത്തത് സെക്കൻഡ് റൗണ്ട് 2 to 3 weeks ലേറ്റർ യൂസിങ് എ മൈക്രോൺ സ്പ്രേയർ. പിന്നീട് ഇത് തളിച്ചിട്ട് 2-3 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊന്നും കൂടെ തളിച്ചു കൊടുക്കും. ആൻഡ് മൈക്രോൺ സ്പ്രേയർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്പ്രേയിങ് പൊതുവെ ചെയ്യുന്നത്. സോ അതായിരുന്നു കോർണിസ്പോറ ലീഫ് ഡിസീസിനെ കുറിച്ച്. ഇനി കൊളിറ്റോട്രൈക്കം ലീഫ് ഡിസീസ് ആണ്. ഇതും കൈൻഡ് ഓഫ് ഒരു ലീഫ് സ്പോട്ട് ഡിസീസ് പോലെ തന്നെ നമുക്ക് പറയാം. ഈ കൊളിറ്റോട്രൈക്കം ലീഫ് ഡിസീസ് ഉണ്ടാക്കുന്ന 2 ഫംഗസ് ഉണ്ട്. അതായത് കൊളിറ്റോട്രൈക്കം സ്പീഷീസിനകത്ത് തന്നെ വരുന്ന 2 ഡിഫറെന്റ് ഫംഗസ് ഉണ്ട്. കൊളിറ്റോട്രൈക്കം അക്യൂട്ടേറ്റം, കൊളിറ്റോട്രൈക്കം ഗ്ലിയോസ്പൊറോയിഡ്സ്. അപ്പൊ ഇത് രണ്ടും 2 രീതിയിലുള്ള സിംറ്റംസ് ആണ് കാണിക്കുന്നത്. ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടല്ല, ബട്ട് ഓൾമോസ്റ്റ് കുറച്ച് വേരിയേഷൻ വരുന്ന രീതിക്കുള്ള സിംറ്റംസ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ രണ്ടും ഉണ്ടാക്കുന്ന ഡിസീസിന് നമ്മൾ കൊളിറ്റോട്രൈക്കം ലീഫ് ഡിസീസ് എന്നാണ് വിളിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒബ്സർവ് ചെയ്യുന്ന ടൈം ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ്, മെയിൻലി ഈ യങ് പ്ലാന്റേഷൻസിലും നഴ്സറീസിലും. ഈ ലീഫ് ഡിസീസസ് നമ്മൾ ഇത്രയും വായിച്ചപ്പോഴും ഇമ്മച്വർ പ്ലാന്റ്സിനാണ് ഇത് ഇൻഫെക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, മെച്വർ ലീവ്സിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇത് പടർന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. സോ അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ക് കൂട്ടി വയ്ക്കാം. പിന്നെ ഉള്ളത് ഫേവറബിൾ കണ്ടീഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ വെറ്റ് ആയിട്ടുള്ള വെതർ, അതായത് മൺസൂൺ പീരീഡ്, ഹൈ ഹ്യൂമിഡിറ്റി. നമ്മളുടെ ഏപ്രിൽ ടു ഒക്ടോബർ നമുക്കറിയാം സമ്മർ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പൊ മൺസൂൺസും മഴക്കാലം കൂടുതലുള്ള അവസ്ഥയാണ്. സ്പ്രിംഗ് സീസൺ ഇടയ്ക്ക് വരുമെങ്കിലും ഒരു മോഡറേറ്റ്ലി സണ്ണി ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും. കൂടുതലും റെയിനി സീസൺസ് ആയിരിക്കും. അപ്പം വെറ്റ് വെതർ ഈ ഒരു ഡിസീസിനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഹൈ ചാൻസസ് ആണ്. ഹൈ ഹ്യൂമിഡിറ്റി പ്രൊമോട്ട് ഇൻഫെക്ഷൻ ആൻഡ് സ്പോറിലേഷൻ. ഓൾസോ റെയിൻ, ഈ മഴ വെള്ളം തെറിച്ചു പോയിട്ടാണ് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് ഡിസ്പേഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പം മഴക്കാലത്ത് ഈ ഡിസീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമ്മൾ പറഞ്ഞു 2 ഫംഗസ് ആണ് ഈ ഡിസീസ് ഉണ്ടാക്കുന്നത്, കൊളിറ്റോട്രൈക്കം അക്യൂട്ടേറ്റം, കൊളിറ്റോട്രൈക്കം ഗ്ലിയോസ്പൊറോയിഡ്സ്. അപ്പോൾ ഇതില് കൊളിറ്റോട്രൈക്കം അക്യൂട്ടേറ്റം എന്തൊക്കെ സിംറ്റംസ് കാണിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെൻഡർ ലീവ്സ് ആർ മോർ സസെപ്റ്റബിൾ, ബിക്കമിങ് ഡിസ്റ്റോർട്ടഡ്, ടേണിംഗ് ബ്ലാക്ക്, ഷ്രിവലിംഗ് ആൻഡ് ഫാളിംഗ് ഓഫ്. അപ്പൊ ഇലകൾ, നമ്മൾ ഇതൊരു ലീഫ് ഡിസീസ് ആണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ലീഫിൽ വരുന്ന സിംറ്റം തന്നെ നോക്കാം. ടെൻഡർ ലീവ്സ് ആണ് ഏറ്റവും കൂടുതൽ, ഇത് യങ് ആയിട്ടുള്ള ലീവ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഡിസീസിന് സസെപ്റ്റബിൾ ആയിരിക്കുന്നത്. പെട്ടെന്ന് ഇത് ശോഷിച്ച് വളർച്ച നശിച്ച് അത് പെട്ടെന്ന് നിറം മാറി കൊഴിഞ്ഞു വീഴുക. അതാണ് കൊളിറ്റോട്രൈക്കം ഡിസീസിൽ ഫസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത്. ലീവ്സ് അതിന്റെ യൂഷ്വൽ മെച്യൂരിറ്റി പീരീഡ് എത്തുന്നതിന് മുന്നേ യങ്ങായിട്ട് നിൽക്കുമ്പോൾ തന്നെ ആരോഗ്യം നഷ്ടപ്പെട്ടത് കൊഴിഞ്ഞു വീഴും. പിന്നീട് ഇതിന്റെ ഒരു പാറ്റേൺ ഒക്കെ, ഇൻഫെക്ഷൻ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇലയുടെ അറ്റത്തുനിന്നായിരിക്കും ഇതെന്തിനാ അഫക്ട് ചെയ്യുന്നത്, എന്നിട്ട് ഇതിന്റെ ബേസിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യും. സോ സ്റ്റാർട്ട് അറ്റ് ലീഫ് ടിപ്സ് ആൻഡ് സ്പ്രെഡ് ടുവേർഡ്സ് ദ ബേസ്. പിന്നെ ലീഫ് ടിപ്സ് ആൻഡ് മാർജിൻസ് ബിക്കം നെക്രോട്ടിക്. ഈ ഇലയുടെ അറ്റങ്ങളും മാർജിൻസും ടിപ്സും ഒക്കെ എന്ത് ചെയ്യും, നെക്രോട്ടിക് എന്ന് പറയുക അവിടുത്തെ ടിഷ്യൂസ് അല്ലെങ്കിൽ അവിടുത്തെ സെൽസിന്റെ ഡാമേജ് ആയി ഡെഡ് ആയി പോവുക. അങ്ങനെ അറ്റത്തുള്ള റീജിയനിലുള്ള ടിഷ്യൂസ് ഒക്കെ നശിച്ചു പോകും. വിത്ത് റിമൈനിങ് പോർഷൻസ് ബിക്കമിങ് വേവി. അപ്പൊ അറ്റത്തുള്ള പോർഷൻസ് കേടുവന്ന് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള പോർഷൻസ് എന്ത് ചെയ്യും, അത്ര ഹെൽത്തി ആയിട്ട് ഇരിക്കത്തില്ല. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ ഈ അക്യൂട്ടേറ്റം സ്പീഷീസ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സിംറ്റം ചോദിച്ചു കഴിഞ്ഞാൽ ലീഫിന് കൊഴിഞ്ഞു വീഴുന്നത്, അതായത് ലീഫിന്റെ കളർ മാറി അത് ഡിസ്റ്റോർട്ടായി കൊഴിഞ്ഞു വീഴുന്നതാണ് അതിന്റെ മെയിൻ ഉള്ള സിംറ്റം എന്ന് പറയുന്നത്. പിന്നെ സ്റ്റെമ്മിൽ ചിലപ്പോൾ ലീഷോൺസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അക്യൂട്ടേറ്റത്തിന് ഇതാണ്. ഗ്ലിയോസ്പൊറോയിഡ്സിന് വരുമ്പോഴത്തേക്കും ലീഷോൺസ് ഓഫ് വേരിയിങ് സൈസസ്, ഓഫൺ സർക്കുലർ ഓർ സെമി സർക്കുലർ വിത്ത് കോൺസെൻട്രിക് സ്ട്രയേഷൻസ്, ലൈറ്റ് ബ്രൗൺ ആൻഡ് പേപ്പറി നെക്രോട്ടിക് സെന്റേഴ്സ്. ഇവിടെയും സ്പോട്ട് അല്ല, ഒരു ലീഷ്യമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ലീഷൻസ് കാണപ്പെടും ഏകദേശം ഒരു ലൈറ്റ് ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു കളർ ആയിരിക്കും. ആൻഡ് നെക്രോട്ടിക് സെന്റേഴ്സും പേപ്പറി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ സ്പോട്ട്സ് ആൻഡ് ലീഷൻസ് ആണ് കൊളിറ്റോട്രൈക്കം ലീഫ് ഡിസീസിൽ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇനി ഇതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാനല്ല എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗിസൈഡ്സ് സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത്. മാൻകോസെബോ, കാർബൻഡാസിമോ, ഇല്ലെങ്കിൽ ഇവിടെ കമ്പൈൻ ചെയ്തിട്ടുണ്ട് ബോർഡോക്സ് മിക്സ്ചറോ യൂസ് ചെയ്യാം. ഇവിടെ ഒരു കോമ്പിനേഷൻ ഫംഗിസൈഡ് ഉണ്ട്, സാഫ് എന്ന് പറഞ്ഞിട്ട്. സാഫ് എന്ന് പറയുന്നത് 2 grams per liter കോൺസെൻട്രേഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ കാർബൻഡാസിം ഉണ്ട്, മാൻകോസെബ് ഉണ്ട്. മാൻകോസെബ് എന്ത് ഫോമിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ WP വെറ്റബിൾ പൗഡർ ഫോമാറ്റിലാണ് മാൻകോസെബിൾ. അപ്പൊ ഈ മേളത്തെ ഈ 2 എണ്ണത്തിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ആ ഫംഗിസൈഡ്, സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡിലെ കോൺസെൻട്രേഷൻ കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ അല്ല. കാർബൻഡാസിം 12%,
മാൻകോസെബ് അതിനേക്കാളും കൂടുതലായിട്ട്, അതായത് 63% ആയിട്ടാണ് കാണപ്പെടുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഫ്രീക്വൻസി വന്നിട്ട് ഫോർട്ട്നൈറ്റ്ലി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് കൊളിറ്റോട്രൈക്കം ലീഫ് ഡിസീസിനെ കുറിച്ച് പറയാനുണ്ടായത്. ഇനി കമ്മിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഡിസീസ്, ഇറ്റ് ഈസ് അബൌട്ട് ബേർഡ്സ് ഐ സ്പോട്ട്. അപ്പൊ ബേർഡ്സ് ഐ സ്പോട്ട് എന്ന് പറയുമ്പോൾ നമുക്കത് കണ്ണ്, ആരുടെ കണ്ണ്, പക്ഷികളുടെ കണ്ണ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള സിംറ്റംസ് കാണിക്കുന്ന ഡിസീസാണ് ബേർഡ്സ് ഐ സ്പോട്ട് എന്നുള്ളത്. അപ്പൊ ലീഫിൽ ചെറിയ സ്പോട്ട്സ് ഉണ്ടാവും, ആൻഡ് അത് ഏകദേശം റിസംബിൾ ചെയ്യുന്നത് ഒരു പക്ഷിയുടെ കണ്ണിനെയാണ്. അതുകൊണ്ടാണ് ഈ ബേർഡ്സ് ഐ സ്പോട്ട് എന്ന് പറയുന്ന ഡിസീസിന് പേരിട്ടത്. അപ്പോൾ ഇതിന്റെ കോസറ്റീവ് ഏജന്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഓർഗാനിസത്തിന്റെ പേര് ഡ്രെക്സ്ലിയ ഹെവിയെ. ഓക്കെ, ഡ്രെക്സ്ലിയ ഹെവിയെ. ഇതിന്റെ ഒക്കറൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും നഴ്സറീസിലാണ് കാണപ്പെടുന്നത്. സീഡ്ലിംഗ് നഴ്സറീസിലാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഡിസീസ് കാണപ്പെടുന്നത്. ചെറിയ ചെടി തൈകളിലാണ് കൂടുതലും കാണുന്നത്. നമുക്ക് ഇവിടെ ഈ ഒരു ഇമേജിലും കാണുന്നത് ചെറിയ ചെടിയുടെ തൈയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇലയിൽ ഈ സ്പോട്സ് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഇതിന്റെ ഫേവറബിൾ കണ്ടീഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫേവേർഡ് ബൈ ഡ്രൈ സീസൺ ആൻഡ് സൺലൈറ്റ്, വളരെ നല്ല ചൂടുള്ള സമയത്ത് സമ്മറി ആയിട്ടുള്ള അല്ലെങ്കിൽ സണ്ണി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഈ ഒരു പ്ലാന്റിനെ സ്യൂട്ട് ചെയ്യുന്നത്. സോയിൽ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഇൻ പുവർ ഫെർട്ടിലിറ്റി സോയിൽ ആർ മോസ്റ്റ് പ്രോൺ. അതായത് ഈ ചെടികൾ നമ്മൾ നടുമ്പോഴത്തേക്കും നല്ല ഫെർട്ടിലിറ്റി ഉള്ള സോയിലല്ല നട്ടിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ഡിസീസ് ഉണ്ടാകാനുള്ള ഒരു ഫാക്ടറിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം സോയിൽ, നമ്മൾ ഏത് സോയിലാണ് നടുന്നു എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പം പുവർ ഫെർട്ടിലിറ്റി ഉള്ള സോയിലാണെങ്കിൽ ആ ചെടികൾ ഈ ഡിസീസിന് ഭയങ്കര സസെപ്റ്റബിൾ ആയിരിക്കും. പിന്നെ അതിന്റെ സിംറ്റംസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. റിസംബ്ലിംഗ് ബേർഡ്സ്, ഒരു പക്ഷിയുടെ കണ്ണിനെ റിസംബിൾ ചെയ്യുന്ന പോലത്തെ സ്പോട്സ് നമുക്കിങ്ങനെ ഇലകളിൽ കാണാനായിട്ട് പറ്റും. പിന്നെ ഇതില് ലീഷോൺസ്, നീണ്ട ലീഷോൺസ് കാണാൻ പറ്റും. മിഡ്രിബിലും പീറ്റോളിലും ഗ്രീൻ ഷൂട്ട്സിലും ഒക്കെ ഇങ്ങനെ നീണ്ട വരകൾ പോലെ ഇങ്ങനെ കാണാൻ പറ്റും. ഇലോങ്ങേറ്റഡ് ബ്രൗൺ നിറത്തിലുള്ള ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ മെച്ചുവർ ലീവ്സിനെ ഇത് അങ്ങനെ ഇൻഫെക്ട് ചെയ്യുന്നില്ല. ഇൻമെച്ചുവർ ആയിട്ടുള്ള യങ് ഷൂട്ട്സിനെയാണ് അല്ലെങ്കിൽ യങ് ലീവ്സിനെയാണ് മെയിൻ ആയിട്ടും ഈ ഒരു കോസറ്റീവ് ഏജന്റ് എഫക്ട് ചെയ്യുന്നത്. ഇതിനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു, മെച്ചുവർ ആയിട്ടുള്ള ലീവ്സിൽ ഇത് കാണാറില്ല. അപ്പം യങ്ങർ ആയിട്ടുള്ള ലീവ്സിലാണ്. അപ്പൊ യങ്ങർ ആയിട്ടുള്ള ലീവ്സ് എന്ന് പറയുമ്പോൾ ചെറിയ ചെടികളിലും തൈകളിലും ഒക്കെ പെട്ടെന്ന് വരാൻ ചാൻസ് ഇല്ല. ഇപ്പൊ നഴ്സറീസിൽ, അപ്പൊ നഴ്സറീസിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഓവർ ഹെഡ് ഷെയ്ഡ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാം നമുക്ക് ഒരു പരിധി വരെ, കാരണം ഇത് ഭയങ്കര ഹൈ ടെമ്പറേച്ചേഴ്സിലും സൺലൈറ്റിന്റെ പ്രസൻസിലൊക്കെയാണ് ഈ ഡിസീസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നത്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ചെറിയ ഷെയ്ഡ് കൊടുക്കുന്നത്. ഓവർ ഷെയ്ഡ് കൊടുക്കുമ്പോൾ വെയിലും അധികം ഉണ്ടാവില്ല, ചൂട് കുറച്ച് കുറഞ്ഞു നിൽക്കും, ഒരു കൂളർ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിരിക്കും ഈ ഒരു പ്ലാന്റിന്റെ ചുറ്റും ഉണ്ടാവുക. പിന്നെ ഫംഗിസൈഡ്സിന്റെ യൂസേജ് പറയുമ്പോൾ മാൻകോസെബും കാർബൻഡാസിമും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാൻകോസെബിന് പറഞ്ഞ ഇൻഡോഫിൽ M45ഉം കാർബൻഡാസിമിന് പകരം ബാവിസ്റ്റിനും യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമ്മൾ ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വന്ന പോയിന്റ്സ് തന്നെയാണ് അല്ലെ. ഇനി ലീഫിന്റെ ലാസ്റ്റ് ഡിസീസ് ഡിസ്കസ് ചെയ്യുമ്പോൾ സൗത്ത് അമേരിക്കൻ ലീഫ് ബ്ലൈറ്റ് എന്ന് പറയുന്ന ഡിസീസാണ്. അപ്പൊ ഇതുണ്ടാക്കുന്ന കോസറ്റീവ് ഏജന്റ് മൈക്രോസൈക്ലസ് യൂലിയെ. എന്താണ് മൈക്രോസൈക്ലസ് യൂലിയെ? ഇത് സൗത്ത് സെൻട്രൽ അമേരിക്കയിലൊക്കെ ഭയങ്കരമായിട്ട് കണ്ടുവന്നിരുന്ന ഒരു ഡിസീസാണ്. നമുക്ക് ഇവിടെ ഒരു ഇന്ത്യൻ റീജിയൻസിൽ കാണുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കാണപ്പെടാൻ ചാൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. ബട്ട് മോസ്റ്റ്ലി ഇത് ആ ഒരു ഏരിയസിലൊക്കെ ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സിംറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫ് ബ്ലൈറ്റ് ആണ് അല്ലെ, സൗത്ത് അമേരിക്കൻ ലീഫ് ബ്ലൈറ്റ്. സൗത്ത് അമേരിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം സൗത്ത് അമേരിക്കൻ റീജിയൻസിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ലീഫ് ബ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ലീഫ് ശോഷിച്ചു പോകുന്നതാണ് അല്ലെ. അപ്പൊ ലീഫിന് എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കര യങ് ആയിട്ടുള്ള ലീവ്സ്, ഇത് 4 മുതൽ 9 ദിവസം വരെ മാത്രമേ ആ ഇല വന്നിട്ട് ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള ലീവ്സിൽ ചെറിയ കൊനീഡിയ എന്ത് ചെയ്യും, നമ്മുടെ ഫംഗസ് വന്ന് കൊനീഡിയ ഉണ്ടാക്കും. കൊനീഡിയ എന്ന് പറഞ്ഞ സ്പോർട്സ് ആണല്ലോ, അതിന്റെ ഡിസീസ് സ്പ്രെഡ് ചെയ്യാനുള്ള, അതിന്റെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടുള്ള സ്പോർട്സ്. അപ്പോൾ ഈ സ്പോർട്സ് ഒലി നിറത്തിലുള്ള അല്ലെങ്കിൽ ഗ്രേഷ് നിറത്തിലുള്ള കൊനീഡിയ മാസസ് ഇലയുടെ അടിഭാഗങ്ങളിലായിട്ട് ഇത് കൂട്ടി വരും. പൗഡറി മൈൽഡ്യൂവിൽ ഒരു വൈറ്റിഷ് കളർ ആണെങ്കിൽ ഇവിടെ ഒരു ഓലിവ് ഗ്രീൻ കളറില്, സൗത്ത് അമേരിക്കൻ ലീഫ് ബ്ലൈറ്റിൽ ഏകദേശം ഒരു ഓലിവ് ഗ്രീൻ കളറില് ഒരു നമുക്ക് എന്താ കാണാൻ പറ്റുക, കൊനീഡിയയുടെ മാസസ്, ഒരു ഗ്രൂപ്പ് ഓഫ് പൗഡർ പോലെയൊക്കെ തന്നെ കാണാൻ പറ്റും. പിന്നെ യങ് ലീവ്സിനാണ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. അപ്പൊ അത് പെട്ടെന്ന് ഡിസ്റ്റോർട്ട് ആയിട്ട് ഇത് കൊഴിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കം ഡിസ്റ്റോർട്ടഡ്, ക്രിങ്കിൾഡ്, ഷ്രിവൽഡ്, ഫോൾ ഓഫ്, കൊഴിഞ്ഞു വീഴും അൾട്ടിമേറ്റ്ലി. പിന്നെ ഇലകളെ പോയിട്ട് വേറെ അഫക്ട് ചെയ്യുന്ന പാർട്സ് എന്ന് പറയുന്നത് സോഫ്റ്റർ ആയിട്ടുള്ള റീജിയൻസ് ആണ്. ഇല പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള റീജിയൻസിനായിരിക്കും ഈ ഒരു പാത്തജൻ അഫക്ട് ചെയ്യുന്നത്. അതായത് ഫ്ലവേഴ്സിനെ അഫക്ട് ചെയ്യാം, ഫ്രൂട്ട്സ് വരാം, പീറ്റോൾസ് വരാം, യങ് ഷൂട്ട്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈൽഡിന്റെ 90% വരെ അത്
ഈൽഡ് കുറയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഭയങ്കര നഷ്ടം വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഡിസീസ് എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈ ലീഫ് ബ്ലൈറ്റ് ഡിസീസ് വരാതെ നോക്കുക എന്നുള്ളത്. പിന്നെ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പ്രിവെന്റ് ചെയ്യാനല്ല, ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗിസൈഡ്സ് ആണ് മാൻകോസെബ്, ബിനോമിൽ, തയോഫൈനേറ്റ്, മിഥൈൽ. അത് ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ സ്പ്രേ ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ മാൻകോസെബ്, ബിനോമിൽ, തയോഫൈനേറ്റ്, മിഥൈൽ. അപ്പൊ ഈ രണ്ടെണ്ണം പുതിയ ടേംസ് ആണ്, അത് ഓർത്ത് വെച്ചേക്കുക. ലീഫ് ബ്ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ബിനോമൈൽ ആൻഡ് തയോഫൈനേറ്റ്, മിഥൈൽ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ലീഫിന്റെ കേസ് പറയുമ്പോൾ ലീഫ് ഡിസീസസിനെ കുറിച്ച് പറയാനുണ്ടായി. ഇനി നമ്മൾ അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആണ് റബ്ബറിൽ പറയുന്നത് സ്റ്റെം ഡിസീസ്. അതായത് റബ്ബർ മരത്തിന്റെ തടി അല്ലെങ്കിൽ അതിന്റെ ട്രങ്കിനെ, സ്റ്റെമ്മിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസസ്. അതൊരു 4 ടൈപ്പ് ഡിസീസ് ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് നെയിം ചെയ്യാം. ഫസ്റ്റ് വൺ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് പിങ്ക് ഡിസീസ് ആണ്. ഏതാണ് പിങ്ക് ഡിസീസ്? അടുത്ത് വരുന്നത് ബ്ലാക്ക് സ്ട്രൈപ്പ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്ലാക്ക് സ്ട്രൈപ്പ് ഡിസീസ്. അടുത്ത് വരുന്നത് പാച്ച് കാൻകർ എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ട്, പാച്ച് കാൻകർ. പിന്നെ ലാസ്റ്റ് വൺ വന്നിട്ട് ഡ്രൈ റോട്ട് ഡിസീസ്. ഇങ്ങനെ 4 എണ്ണമാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് സ്റ്റെം ഡിസീസിൽ. സോ നമുക്ക് അത് അടുത്ത് നോക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ഫസ്റ്റ് വൺ, പിങ്ക് ഡിസീസ്. പിങ്ക് ഡിസീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന ഫംഗസ് മെയിൻ ആയിട്ട് യങ് റബ്ബർ ട്രീസിനെയാണ് അഫക്ട് ചെയ്യുന്നത്. ആ ഒരു പാത്തജന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, ഇത് എന്തിനെയാണ് അഫക്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. യങ് റബ്ബർ ട്രീസിനെയാണ്. ആൻഡ് മൺസൂൺ പീരീഡിലാണ് ഏറ്റവും കൂടുതൽ ഇത് അഫക്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഫംഗസിന് ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത് ഈ മൺസൂൺ പീരീഡിലാണ്. സിംറ്റംസ് ചോദിച്ചു കഴിഞ്ഞാൽ പിങ്ക് ഡിസീസ് ഇതൊരു പുതിയ വെറൈറ്റി ഡിസീസ് ആണ്. നമ്മൾ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു പേരാണ്, കുറച്ച് വെറൈറ്റി പേരാണ് പിങ്ക് ഡിസീസ്. പേരേക്കുമ്പോൾ തോന്നുന്നു പിങ്ക് കളറിൽ എന്തെങ്കിലും നമുക്കൊരു സിംറ്റം, അല്ലെങ്കിൽ ഇപ്പൊ ലീഫിലൊരു ഡിസ്കളറേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ പിങ്ക് കളറിലെ പൗഡറി മാസോ അങ്ങനെ വല്ലതും കാണുമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. പിങ്ക് ഡിസീസിൽ നമുക്ക് സിംറ്റംസ് പറയുമ്പോൾ ഇൻക്ലൂഡ് സൂപ്പർഫിഷ്യൽ കോബ് വെബ് ലൈക്ക് മൈസീലിയൽ ഗ്രോത്ത് ഓൺ സ്റ്റെംസ് വിച്ച് ഗ്ലിസൺ ഇൻ സൺലൈറ്റ്. മൈസീലിയയുടെ ഒരു ഗ്രോത്ത് ആണ് നമുക്ക് പിങ്ക് ഡിസീസിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതൊരു കോബ് വെബ് പോലെ ഇങ്ങനെ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അത് വെയിലടിക്കുമ്പോൾ ചെറുതായിട്ട് തിളങ്ങുന്നത് പോലെയും നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. സോ മെയിൻ ആയിട്ട് ഫംഗസിന്റെ മൈസീലിയം ഗ്രോത്ത് ആണ് ഇവിടെ ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്നത്. പിന്നെ ഈ മൈസീലിയം വളർന്ന് എന്ത് ചെയ്യും, ഈ ബാർക്ക്, അതായത് ഈ ചെടിയുടെ, റബ്ബർ പ്ലാന്റിന്റെ അല്ലെങ്കിൽ റബ്ബർ ട്രീയുടെ സ്റ്റെമ്മിനെ മൊത്തം എന്ത് ചെയ്യും, ഇങ്ങനെ കവർ ചെയ്ത് ഈ കോബ് വെബ് ഇങ്ങനെ വലുതാക്കി കൊണ്ടുപോകും. അങ്ങനെ അതിന്റെ തണ്ടിനെയും തടിയെയും പിന്നെ അതിന്റെ മെയിൻ സ്റ്റെമ്മിൽ നിന്നാലും നമ്മൾ ലാറ്റക്സ് എടുക്കുന്നത്, അതിനെയൊക്കെ എന്ത് ചെയ്യും, അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് സ്റ്റെമ്മിനെ മൊത്തം കവർ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും അതിന്റെ ബാർക്കിനെ എന്ത് ചെയ്യും, കേടുവരുത്തില്ല. അപ്പൊ ആ ബാർക്കും എന്ത് ചെയ്യും, റോട്ടായിട്ട് ഡ്രൈ ആയിട്ട് പോവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇംപാക്ടിങ് ലാറ്റക്സ് ട്രാൻസ്ലൊക്കേഷൻ ലീഡിങ് ടു യെല്ലോ ആൻഡ് ഡ്രൈ ലീവ്സ് വിച്ച് റിമെയിൻ അറ്റാച്ച് ടു ദി ബ്രാഞ്ച്. പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രോപ്പർ ആയിട്ട് ലാറ്റക്സ് എടുക്കാതെ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്, ആ ട്രീയുടെ ആരോഗ്യം തന്നെ ഒരു മോശമാവാൻ തുടങ്ങുകയും ഇലകളും എന്ത് ചെയ്യും, മഞ്ഞ നിറമായിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള, അതായത് ഇതിന് സസെപ്റ്റബിൾ ആയിട്ടുള്ള ക്ലോൺസ് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെയാണ് സസെപ്റ്റബിൾ, ഹൈലി സസെപ്റ്റബിളും ലെസ് സസെപ്റ്റബിൾ. അപ്പൊ ക്ലോൺസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് PB217, PB311, RR2105, RRT1 429. ഇവരൊക്കെ ഹൈലി സസെപ്റ്റബിൾ, പെട്ടെന്ന് ഈ പിങ്ക് ഡിസീസ് വരാൻ ചാൻസ് ഉള്ള ക്ലോൺസ് ആണ്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ സസെപ്റ്റബിലിറ്റി കുറഞ്ഞത് PB86, PR107, GT1, PB260, RR2 430. അപ്പോൾ ഈ പേരുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി പിങ്ക് ഡിസീസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ, പിങ്ക് ഡിസീസിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ സിംറ്റംസ് എന്തൊക്കെയായിരുന്നു. ആ ഒരു മൈസീലിയൽ ഗ്രോത്ത് ആണ് നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. അതിന്റെ ബാർക്കൊക്കെ എന്തെങ്കിലും കേടുവരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് സാനിറ്റേഷൻ ആണ് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം. അതായത് സാനിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലായിരിക്കണം ഈ കൃഷിയൊക്കെ നമ്മൾ കൃഷി രീതിയിൽ ചെയ്യുന്നത്. പിന്നെ അഫക്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസിനെ പ്രോപ്പർ ആയിട്ട് പ്രൂൺ ചെയ്ത് കളയുക, അതിന് ഒടിച്ച് കളഞ്ഞ് കത്തിച്ച് കളയുക, അത് ചെയ്യാം. പിന്നെ ഉള്ളത് ബോർഡോക്സ് മിക്സ്ചർ പോലെയുള്ള ഫംഗിസൈഡ്സ് യൂസ് ചെയ്യുക. പിന്നെ നേരത്തെ തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം ഇത് ലേറ്റർ സ്റ്റേജസിലാണ് നമ്മൾ ഈ ഒരു ഡിസീസ് ഐഡന്റിഫൈ ചെയ്യുന്നതെങ്കിൽ ഒത്തിരി ഈൽഡ് നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് വർഷങ്ങളായിട്ട് നിൽക്കുന്ന നല്ല ഹെൽത്തി പ്ലാന്റ്സിന് വരെ കേടുവരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന വേറെ ഫംഗിസൈഡ്സ് ഉണ്ട്. തിരം 0.75%, ട്രൈഡമോർഫ് 1%. ഇത് നോട്ട് ചെയ്യുക. തിരം 0.75%, ട്രൈഡമോർഫ് 1%. ഓക്കെ, സോ ഇതാണ് നമുക്ക് പിങ്ക് ഡിസീസിൽ പറയാനുള്ളത്. ആ കളർ പേര് വെച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമുക്ക് മൈസീലിയം ഗ്രോത്ത് കാണാൻ സാധിക്കും എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ടോക്കിംഗ് അബൌട്ട് ബ്ലാക്ക് സ്ട്രൈപ്സ്, ഇതിന്റെ
നമ്മൾ വേറെ പേരുമുണ്ട്, ബാർക്ക് റോട്ട് എന്നും ബ്ലാക്ക് ത്രെഡ് എന്നും നമ്മൾ പറയാറുണ്ട്. പിന്നെ ഈ ഒരു ഡിസീസിന് മറ്റു പേരുകളാണ് ബാർക്ക് റോട്ട് ഓർ ബ്ലാക്ക് ത്രെഡ്. ഇതുണ്ടാക്കുന്നത് ഫൈറ്റോഫ്തോറ മിയഡായി അല്ലെങ്കിൽ ആർ പാൽമിവോറ. ഈ ആർ ഡിനോട്ട് ചെയ്യുന്നത് ഫൈറ്റോഫ്തോറയെ തന്നെയാണ്. അപ്പൊ ഇതും ഫൈറ്റോഫ്തോറ മിയഡായി ആൻഡ് ഫൈറ്റോഫ്തോറ പാൽമിവോറ, ഇങ്ങനെ രണ്ട് ഫംഗസ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ബ്ലാക്ക് സ്ട്രൈപ്പ് ഡിസീസ് അല്ലെങ്കിൽ ബാർക്ക് റോട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ത്രെഡ് ഡിസീസ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ സിംറ്റംസ് പറയുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് affects tapping panels during the monsoon. Infection occurs at tapping into deep vertical black lines in the bark. നമുക്കറിയാം ഇത് സ്റ്റെമ്മിനെ അഫക്ട് ചെയ്യുന്ന ഡിസീസ് ആണ്. സോ ബാർക്കിലായിരിക്കും നമുക്ക് സിംറ്റംസ് കാണാൻ പറ്റുന്നത്. ബ്ലാക്ക് സ്ട്രൈപ്പ് എന്ന പേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇതിന്റെ സിംറ്റംസിൽ നമുക്ക് ബാർക്കിൽ ബ്ലാക്ക് സ്ട്രൈപ്പ് വെർട്ടിക്കൽ ആയിട്ടുള്ള ബ്ലാക്ക് ലൈൻസ് കാണാൻ പറ്റും. ഇത് ഇങ്ങനെ ഈ ലൈൻസ് വന്നിട്ട് ഈ ഒരു ഡിസീസ് അഫക്ട് ചെയ്യുമ്പോൾ ഇറ്റ് കോസസ് ലോക്കലൈസ്ഡ് റോട്ടിങ് ആൻഡ് ഡ്രൈങ്, റെഡ്യൂസിങ് ഈൽഡ്. അപ്പോൾ ഈ ചില ബാർക്കിൻ ഈ വരകൾ കാണുന്ന സ്ഥലങ്ങളിൽ അവിടെ ചെറിയ റീജിയൻസിലായിട്ട് അത് മൊത്തമായിട്ട് സ്റ്റെം അഴുകി പോകില്ല. ചില ലോക്കലൈസ്ഡ് ആയിട്ടുള്ള റീജിയൻസിൽ മാത്രമേ ഇത് എന്ത് ചെയ്യും, റോട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. റോട്ടായി പോവുകയും അവിടെ ഈൽഡ് കുറയുകയും ചെയ്യാനായിട്ടുള്ള ചാൻസസ് കാണുന്നുണ്ട്. സോ അങ്ങനത്തെ സിംറ്റംസ് ആണ് ബ്ലാക്ക് സ്ട്രൈപ്പിൽ വരുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബാർക്കിൽ ബ്ലാക്ക് ലൈൻസ് കാണാൻ പറ്റും. ഇത് സസെപ്റ്റബിൾ ആയിട്ടുള്ള ക്ലോൺസ് അല്ലെങ്കിൽ വെറൈറ്റീസ് ചോദിച്ചു കഴിഞ്ഞാൽ RR1M600, PB235, PB311, PB2828 59, ഇതൊക്കെ സസെപ്റ്റബിൾ ആയിട്ടുള്ള ക്ലോൺസ് ആണ്. ഇപ്പൊ സസെപ്റ്റബിൾ ക്ലോൺസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. പൊതുവെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ റെസിസ്റ്റന്റ് വെറൈറ്റീസ് ആണ് പൊതുവെ ചോദിക്കുന്നത്. അപ്പൊ സസെപ്റ്റബിൾ ക്ലോൺസ് അങ്ങനെ ചോദിക്കണമെന്നില്ല. ആൻഡ് എസ്പെഷ്യലി ഈ ഓരോ ക്രോപ്സിന് അത്ര ഡെപ്തിൽ പോകുമ്പോൾ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മെയിൻ ആയിട്ട് അത് ഉണ്ടാക്കുന്ന പാത്തജനും സിംറ്റംസും മാനേജ്മെന്റിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഒതുങ്ങാനാണ് ചാൻസ്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ആസ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമുക്കൊരു പോയിന്റ് വിടാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഈ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. സോ സസെപ്റ്റബിൾ ക്ലോൺസിന്റെ ജസ്റ്റ് ഒരു വെറൈറ്റി ഉണ്ട്. പക്ഷെ ചോദിച്ചാൽ തന്നെ നമുക്ക് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ആണ് ചോദിക്കുക. പക്ഷെ അങ്ങനെ റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. ബട്ട് നിങ്ങൾ പേരുകൾ ഓർത്ത് വയ്ക്കുക, കോസറ്റീവ് ഏജന്റ് ഓർത്ത് വയ്ക്കുക. പിന്നെ കൺട്രോൾ മെഷർ നമുക്കറിയാം, യൂഷ്വലി ഫംഗസ് ആണ്. അപ്പോൾ ഫംഗിസൈഡ് ആയതുകൊണ്ട് മാങ്കോസെപ്പ് യൂസ് ചെയ്യും. പക്ഷെ ഇവിടെ പെർസെന്റേജ് ചെറിയൊരു വ്യത്യാസം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് 0.2% ആണ് മാങ്കോസെപ്പ് യൂസ് ചെയ്യുന്നത്. ഇവിടെ 0.375% ആണ് പറയുന്നത്. യൂസിങ് എ ബ്രഷ് ഓർ ബേബി സ്പ്രെയർ. കോപ്പർ ഫംഗിസൈഡ്സ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതായത് കോപ്പർ ഓക്സിക്ലോറൈഡ് COC നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗിസൈഡ് ആണ്. പക്ഷെ അത് ഇവിടെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. മാൻകോസെപ്പ് വീക്കിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക ആണ് സാധാരണയായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെഷർ. പിന്നെ പാനൽ പ്രൊട്ടക്റ്റിംഗ് കോമ്പൗണ്ട്സ് അതായത് റബ്ബർ കോട്ട് പോലെയുള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്തത്. ഈ ഒരു ഇത് മോയ്സ്ചർ തങ്ങി നിൽക്കുന്ന സമയത്ത് മൺസൂൺ സമയത്തൊക്കെയാണ് ഈ ഒരു ബ്ലാക്ക് സ്ട്രൈപ്പ് ഡിസീസ് കൂടുതലുണ്ട്. അപ്പൊ ആ മൺസൂണിൽ നിന്ന് നമ്മുടെ ബാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ ഈ നമ്മൾ ഈ ലാറ്റക്സ് ഈ കട്ട് ചെയ്ത് വിടത്തില്ലേ, അവിടെയൊക്കെ നമ്മളൊന്ന് പ്രൊട്ടക്ട് ചെയ്തെടുത്ത് അവിടെ മോയ്സ്ചർ തങ്ങി നിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ബ്ലാക്ക് സ്ട്രൈപ്പ് ഡിസീസ്. ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് ഡിസീസ്, പാച്ച് ക്യാങ്കർ. പാച്ച് ക്യാങ്കർ ഉണ്ടാക്കുന്നത് ഫൈറ്റോഫ്തോറ അല്ലെങ്കിൽ പൈത്യൻ സ്പീഷീസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ രണ്ട് സ്പീഷീസ് പാച്ച് ക്യാങ്കർ ഉണ്ടാക്കുന്നത്, ഫൈറ്റോഫ്തോറ ആൻഡ് പൈത്യൻ സ്പീഷീസ്. അപ്പൊ പാച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്പോട്ട് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഡോട്ട് പോലെ ആയിരിക്കും അല്ലെ. പാച്ച് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ഏരിയ കവർ ചെയ്തിട്ട് ഒരു ഡിസ്കളറേഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ സിംറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് അപ്പിയേഴ്സ് ആസ് ലാറ്റക്സ് ഓർ പർപ്പിൾ ലിക്വിഡ് എക്സ്യൂഡേഷൻ. അപ്പൊ എക്സ്യൂഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് പോലത്തെ ഒരു സബ്സ്റ്റൻസ് ക്യാരി ചെയ്യുന്ന ഒരു വെസൽ ഉണ്ട്. ഇപ്പൊ നമ്മളെ ബ്ലഡ് ഇപ്പം ബോഡിയിലാണെങ്കിൽ ബ്ലഡ് വെസൽസ് ബ്ലഡ് കൊണ്ടുവന്നത്, അതുപോലെ ഈ സ്റ്റെമ്മിൽ നിന്നും നമ്മൾ ലാറ്റക്സിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അല്ലെ. സ്റ്റെമ്മിലൊരു വൂണ്ട് ഉണ്ടാക്കി അവിടെ നിന്ന് ലാറ്റക്സ് എക്സ്യൂഡ് ചെയ്ത് വന്നാണ് നമ്മൾ ആ റബ്ബറിന്റെ ആ ഒരു മിൽക്ക് എടുത്ത് അല്ലെങ്കിൽ ലാറ്റക്സ് എടുത്ത് റബ്ബർ പാലെടുത്ത് നമ്മൾ റബ്ബർ ആക്കി എടുക്കുന്നത് അല്ലെ. അപ്പോൾ അവിടെ ഒരു പർപ്പിൾ ലിക്വിഡ് പോലെ നമുക്ക് കാണിട്ട്, സാധാരണ ഇത് വൈറ്റ് കളറാണ്, അത് ഇപ്പോ ഈ ഒരു പാച്ച് ക്യാങ്കർ വന്നിട്ട് ഒരു പർപ്പിളിഷ് കളർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ വരുന്ന ലാറ്റക്സും കുറച്ച് കൊയാഗുലേറ്റ് ചെയ്തിട്ട്, അത് കറക്റ്റ് ആ ഒരു ലിക്വിഡ് ഫോമിലായിരിക്കും, ചെറുതായിട്ടൊരു കൊയാഗുലേഷനോടൊക്കെ വന്നിട്ട് ആ കുറച്ച് കട്ടിയായിട്ട് അവിടെ ഒട്ടി ഇങ്ങനെ ഇരിക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. ലീഡിങ് ടു ബൾജ്ഡ് ബാർക്ക് ആൻഡ് ഫൗൾ സ്മെൽ വെൻ ദ പാഡ് ഈസ് റിമൂവ്ഡ്. അതായത് നമ്മളിത് ഇത് കളക്ട് ചെയ്യാനൊക്കെ നമ്മളൊരു കണ്ടെയ്നർ പോലെയൊക്കെ വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ആ റീജിയനിൽ വന്നിട്ട് ഇത് ലിക്വിഡ് ആയിട്ട് ഇരിക്കുക, അത് ക്ലോട്ട് ആയിട്ടിരിക്കും. ക്ലോട്ടിൽ നമ്മൾ മാറ്റുമ്പോൾ ഒരു അഴുകിയ സ്മെല്ല് പോലത്തെ ഇതും വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അതിന്റെ അടുത്തുള്ള ഈ വുഡും കുറച്ച് ഡിസ്കളേർഡ് ആയിട്ട് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾക്ക് കിട്ടുന്ന എക്സ്യൂഡേഷൻ ആ ഒരു ലിക്വിഡ് തന്നെ ഡിസ്കളറേഷൻ കാണാൻ പറ്റും. പിന്നെ വുഡും ഡിസ്കളേർഡ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്.
പിന്നെ സസെപ്റ്റബിൾ ആയിട്ടുള്ള ഫോൺസ് തന്നെ എല്ലാ ഫോൺസും സസെപ്റ്റബിൾ ആണ്. ഹൈലി സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒരെണ്ണമാണ് PB260, ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ ദ വെറൈറ്റീസ് എന്താണ് സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ആൻഡ് ഇത് നമ്മൾ സ്റ്റെമ്മിൽ വരുന്നൊരു ഡിസീസാണ്. അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബൾജ് ചെയ്തിരിക്കുന്ന മാർക്ക്, നമ്മൾ ഈ പറഞ്ഞു ഈ ലാറ്റക്സ് കൊയാഗുലേറ്റ് ചെയ്തിട്ട് ഒരു ബാർക്കിന്റെ അവിടെ ബൾജിങ് വരാൻ ചാൻസ്. അതായത് ബാർക്കിന്റെ അടിയിലെന്നുള്ള ആ ഒരു ടിഷ്യൂ എന്നാണ് നമ്മൾ കട്ടിങ് ചെയ്തിട്ട് എന്ത് ചെയ്തു നമുക്ക് ആ ഒരു ലാറ്റക്സ് കിട്ടുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ കൊയാഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാർക്കും ഇങ്ങനെ എന്ത് ചെയ്യും തള്ളി വരും. പുറത്തുള്ള ആ ഒരു ഷെഡ്, ആ ഒരു കവറിങ്, ബാർക്കിന്റെ കവറിങ്ങും തള്ളി വരും, ഒരു ബൾജിങ് കാണാൻ പറ്റും. അപ്പോൾ ആ ബൾജിങ് തുറന്നിട്ട് അവിടെ കട്ടി പിടിച്ചിരിക്കുന്ന കൊയാഗുലേറ്റ് ചെയ്യുന്ന ലാറ്റക്സിനെ എടുത്ത് കളയുക. പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും ഡിസ്കളറേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീകേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പോർഷൻസും ഒക്കെ റിമൂവ് ചെയ്ത് കളയുക. എന്നിട്ട് മാൻകോസെബ് 0.75% നമ്മൾ അപ്ലൈ ചെയ്ത് അവിടെ ഒരു എന്ന് വെച്ചാൽ അവിടുത്തെ കേടുപാടുകളൊക്കെ മാറ്റുക. എന്നിട്ട് ഈ ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ഡ്രസ്സിംഗ് പോലെയും ചെയ്ത് വെക്കുക. സോ ദാറ്റ് ഈ ഒരു മാൻകോസെബ് അതിന്റെ ഒരു ആക്ഷൻ ചെയ്യാനും പറ്റും. ഓൾസോ വേറെ മോയ്സ്ചർ വന്ന് അവിടെ വീണ്ടും കേടുകൾ വരാതിരിക്കാൻ പറ്റും. ഒരു കോട്ടിങ് നമ്മൾ വൂണ്ട് ഡ്രസ്സിംഗ് ചെയ്യുന്ന പോലെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് പാച്ച് കാങ്കറിന്റെ കേസ് പറയുമ്പോൾ. ഇനി നമുക്ക് നോക്കാനുള്ള സ്റ്റെമ്മിൽ ഒരു ഡിസീസും കൂടെ ഉണ്ട്, ഡ്രൈ റോട്ട് ഡിസീസ് ആണ്. ഡ്രൈ റോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്റ്റെമ്മിൽ ഉണ്ടാക്കുന്നത് എസ്റ്റുലീന ഡ്യൂസ്റ്റ. ഇതിന്റെ സിംറ്റംസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് നിയർ ദ കോളർ റീജിയൻ ഓഫ് ദ മെയിൻ ട്രങ്ക് ബ്രാഞ്ചസ് ഡ്യൂറിംഗ് ദ റെയിനി സീസൺ. മഴക്കാലത്താണ് ഇത് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. ആൻഡ് നമുക്കറിയാം ഒരു റബ്ബർ ട്രീ എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒരു തടി കാണും അല്ലെ, ആ തടിയിൽ നിന്ന് കുറെ ബ്രാഞ്ചസ് ആയിരിക്കും. അപ്പൊ ഈ മെയിൻ ട്രങ്കിൽ നിയർ ദ കോളർ റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം മണ്ണിന്റെ തൊട്ട് മേലെയുള്ള കുറച്ച് സ്റ്റെം റീജിയൻ ആണ് ഈ കോളർ റീജിയൻ നിന്ന്. അവിടെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഡ്രൈ റോട്ട് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഡ്രൈ റോട്ട് വരുമ്പോൾ latex exudation and soft grayish white fruiting bodies appear, later becoming gray or black and brittle. ഇതിന്റെ സിംറ്റംസ് മെയിൻ ആയിട്ട് കോളർ റീജിയനിൽ, അതായത് സ്റ്റെം മണ്ണിന്റെ തൊട്ട് മേലെ ഇരിക്കുന്ന ഒരു സ്റ്റെം പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു റീജിയനിലാണ് ഇത് കാണാൻ പറ്റുന്നത്. ലാറ്റക്സ് അവിടെ നിന്ന് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ അവിടെ കുറച്ച് കളർ മാറിയിട്ടുള്ള ഒരു ഗ്രേ കളറിലൊക്കെ ഉള്ള ഫ്രൂട്ടിംഗ് ബോഡീസ്, അതായത് ഈ ഫംഗസ് ആണല്ലോ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഫംഗസിൽ ഫ്രൂട്ടിംഗ് ബോഡീസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നീട് അത് കളർ മാറി കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് വരികയും ഗ്രേ കളർ മാറി കുറച്ച് ബ്ലാക്ക് ആവുകയും പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോകുന്ന രീതിയിൽ, പൊടിഞ്ഞു പോകുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു ടെക്സ്ചർ ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ ഈ ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടാക്കിയ ശേഷം ഫംഗസ് എന്ത് ചെയ്യും, വുഡിലേക്ക് പെനട്രേറ്റ് ചെയ്ത് കയറും. ആൻഡ് ഇത് ട്രീയുടെ സ്റ്റെമ്മിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആക്കി അതിന്റെ സ്ട്രെങ്ത്തിനെ കളയും. ആ സ്റ്റെമ്മിന്റെ സ്ട്രെങ്ത് ഒക്കെ അങ്ങ് നശിച്ചിട്ട് അതെന്ത് ചെയ്യും, ആ മരത്തിന്റെ ശേഷി നഷ്ടപ്പെട്ടത് ഒടിഞ്ഞു വീഴാൻ വരെ ചാൻസ് ഉണ്ട്. കാരണം അത്രയും ഡ്രൈ റോട്ട് അത്രയും പെനിട്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഫംഗസ് ആണ്. ഇനി ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഇതിനെ നേരത്തെ തന്നെ, അതായത് ഈ ഫ്രൂട്ടിംഗ് ബോഡീസ് ഒക്കെ കാണുന്നതിന് മുന്നേ തന്നെ നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യണമെന്നുള്ളതാണ്. അതിന്റെ അങ്ങനത്തെ വരുന്ന ബാർക്ക് ഏരിയ, ആ സ്റ്റെമ്മിന്റെ അവിടെ വരുന്ന ആ ഒരു വുഡ് റീജിയൻ അല്ലെങ്കിൽ ആ ബാർക്കൊക്കെ നമ്മൾ എന്തെങ്കിലും സ്ക്രേപ്പ് ഓഫ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്യുന്ന ഒരു വൂണ്ട് ഡ്രസ്സിംഗ് ചെയ്യാം. ഫംഗിസൈഡ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത് തിറം 0.75%, ഹെക്സാകോണസോളും 0.02% ആണ് ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്ന ഫംഗിസൈഡ്സ്. പിന്നെ ബോർഡോക്സ് പേസ്റ്റ് അങ്ങനെ ഇവിടെ എഫക്റ്റീവ് ആയിട്ടല്ല. സോ സാധാരണ നമുക്ക് മിക്കതിനും ബോർഡോക്സ് മിക്സ്ഡ്, മാൻകോസെബ്, കാർബൻഡാസിൻ യൂസ് ചെയ്യാം. അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നമ്മൾ ഓർത്ത് വെച്ച് പഠിക്കുന്നത്. അപ്പൊ ഡ്രൈ റോട്ട് ഡിസീസിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു സ്റ്റെമ്മിന്റെ കോളർ റീജിയനിലാണ് ഇത് വരുന്നത്. അപ്പൊ അവിടെ കേടുവന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് റൂട്ടിൽ നിന്നാണല്ലോ ന്യൂട്രിയൻസ് വലിച്ച് മേളിലോട്ട് വന്നത്. അപ്പൊ ആ ഒരു റീജിയനിൽ, ആ ഒരു ജസ്റ്റ് പ്ലാന്റിന്റെ ഒരു ബേസിൽ തന്നെ അതിന് നാശം വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് പിന്നെ സർവൈവ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ അതിനെ നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഡിസീസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഡ്രൈ റോട്ടിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇത്രയായിരുന്നു നമ്മുടെ സ്റ്റെം റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ്. നൗ കമ്മിങ് ഇൻ ടു ദ റൂട്ട് ഡിസീസ്. അപ്പൊ ലീഫ്, ഐ, സ്റ്റെം, ഇനി റൂട്ട് ഡിസീസ്. റൂട്ട് ഡിസീസിൽ നമുക്ക് കുറച്ച് മൈനർ ഡിസീസസ് പഠിക്കാനുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് പേരും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്തജനും പഠിക്കാനാണ്. അത് പോയിട്ട് മെയിൻ ആയിട്ട് 2 ഡിസീസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബ്രൗൺ റോട്ട് ഡിസീസ് ഉണ്ട്, പിന്നെ പോറിയ റൂട്ട് ഡിസീസ്. റൂട്ട് ഡിസീസ്. അപ്പൊ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. 2 ഉള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രൗൺ റൂട്ട് ഡിസീസ് ആണ്, ഞാൻ പറഞ്ഞത് അല്ലേ. അപ്പൊ ബ്രൗൺ റൂട്ട് ഡിസീസ് ഉണ്ടാക്കുന്ന ഫംഗസിന്റെ പേര് നോട്ട് ചെയ്യാം. ഫെല്ലിനസ് നോക്സിയസ് എന്നാണ്. ഫെല്ലിനസ് നോക്സിയസ്. അപ്പൊ ബ്രൗൺ റൂട്ട് എന്ന് പറയുമ്പോൾ റൂട്ടിലാണ് അഫക്ട് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ ഒരു ബ്രൗൺ കളർ, ആ ബ്രൗൺ കളറിന്റെ സിഗ്നിഫിക്കൻസ് കൂടെ കണ്ടുപിടിക്കണം അല്ലെ. ഇനിഷ്യൽ സിംറ്റംസ് എന്ന് പറയുന്നത് ലീഫിലാണ് കാണപ്പെടുന്നത്. അതായത് ഇത് റൂട്ടിനെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഈ 2
പോയിന്റ്സും ലീഫിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനിഷ്യൽ സിംറ്റംസ് ഈ ലീഫിന്റെ സാധാരണയുള്ള ഒരു അപ്പിയറൻസ് നഷ്ടപ്പെടുന്നു. അതിന്റെ ആ ഒരു നല്ല പച്ചപ്പ്, ആ ഒരു ഷൈനി ആയിട്ടുള്ള അപ്പിയറൻസ് ഒക്കെ അതിനെന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. അത് മഞ്ഞ നിറമായിട്ട് ഒരുമാതിരി കേൾ പോലെയൊക്കെ ആയിട്ട് കൊഴിഞ്ഞു വീഴാൻ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ലീവ്സ് ടേൺ റെഡിഷ് യെല്ലോ, ഡ്രൈ അപ്പ് ആൻഡ് ട്രീ ഗ്രോത്ത് ഇസ് റിട്ടാർഡഡ്, എവൻച്വലി ലീഡിങ് ടു ഡൈ ബാക്ക്. പിന്നെ ഇലകൾ എന്ത് ചെയ്യും, ഈ നിറം മാറിയിട്ട് ഡ്രൈ ആയിട്ട് ഉണങ്ങി പോകാനും ചാൻസ് ഉണ്ട്. ചിലത് ഡ്രൂപ്പ് ചെയ്ത് വീഴാൻ, കൊഴിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെ വന്നാലും ഇലകള് പെട്ടെന്ന് കേടുവന്ന് കൊഴിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, ട്രീ മേളിൽ നിന്ന് താഴോട്ട് എന്ത് സംഭവിക്കും, ഡൈ ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് നമ്മുടെ ഡൈബാക്ക് സിംറ്റം കാണിക്കും. ഇനി ഇത് റൂട്ടിൽ വരുന്ന ഡിസീസ് ആണ്. അപ്പൊ ഇൻഫെക്റ്റ് ആയ റൂട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹാവ് എ ഹാർഡ് തിക് കോട്ടിംഗ് ഓഫ് സോയിൽ ആൻഡ് സ്റ്റോൺസ്, യെല്ലോവിഷ് ബ്രൗൺ ഫംഗൽ റൈസോമോഫ്സ് ആൻഡ് ബ്രൗണിഷ് ഡിസ്കളേർഡ് വുഡ് വിത്ത് ബ്രൗൺ ലൈൻസ്. നമുക്ക് ഓൾറെഡി ഈ ബ്രൗൺ നിറത്തിയിരിക്കുന്ന മരത്തിലൊക്കെ ചെന്ന് ഈ ബ്രൗൺ ലൈൻസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ യു ക്യാൻ ഐഡന്റിഫൈ ഇറ്റ്. ഇതിന്റെ ഈ റൂട്ടിന്റെ ഈ ഇൻഫെക്റ്റ് ആയ റൂട്ട്സ് കുറച്ച് കട്ടിയാണ്. പക്ഷെ നമുക്ക് റൂട്ട്സ് അങ്ങനെ ഐഡന്റിഫൈ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ മണ്ണിന്റെ അടിയിലൊക്കെ ആയിരിക്കും അല്ലെ. പുറത്തുള്ള റൂട്ട്സിനാണെങ്കിൽ നമുക്ക് ശരി കാണാൻ പറ്റും. ബട്ട് സ്റ്റിൽ ആ റൂട്ട്സ്, ഇൻഫെക്റ്റ് ആകുന്ന റൂട്ട്സ് ഭയങ്കര കട്ടിയാവും. ലൈക്ക് യൂഷ്വൽ ഉള്ള ഒരു തിക്നെസ്സിനെക്കാളും ഭയങ്കര തിക്ക് കോട്ടിങ്ങോടെ ഭയങ്കര കട്ടിയായിട്ടിരിക്കും. അവിടുത്തെ ചുറ്റുമുള്ള മണ്ണും എന്ത് ചെയ്യും, ഭയങ്കര ഹാർഡായിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുക. പിന്നെ അവിടെ നിങ്ങൾക്ക് ഫംഗൽ റൈസോമോർഫുകൾ കാണാൻ പറ്റും, ഒരു യെല്ലോയിഷ് ബ്രൗൺ കളറും. അത് അവിടുത്തെ വുഡ് റീജിയൻ, അതിന്റെ ബാർക്കല്ല അവിടുത്തെ ആ തടി റീജിയനിൽ നിങ്ങൾക്ക് ബ്രൗണിഷ് ഡിസ്കളറേഷൻ കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ബ്രൗൺ റൂട്ട് ഡിസീസ് ആ റൂട്ട് റീജിയൻ ഒക്കെ നിങ്ങൾക്ക് കുറച്ച് അധികം ബ്രൗണിഷ് ആയിട്ട് ചിലപ്പോൾ ബ്രൗൺ വരകളൊക്കെ കാണാൻ പറ്റും. ഇത് മെയിൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു രീതി ചോദിച്ചിട്ടുണ്ട്, ത്രൂ റൂട്ട് കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് റൂട്ട്സ്. അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള റൂട്ട്സ് മറ്റൊരു റൂട്ടിൽ കോൺടാക്ട് വരുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്, സാധാരണയായിട്ട് ഈ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരെണ്ണത്തിൽ ഈ ഡിസീസ് വന്നു, നമ്മൾ അതിനെ ക്ലിയർ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള റൂട്ടിനെ ഇളക്കി മാറ്റി നമ്മൾ കളയാൻ പോവാണ്. പക്ഷെ ബൈ ചാൻസ് ഇത് വേറെ റൂട്ടിൽ കോൺടാക്ട് വന്നു, അപ്പൊ എന്ത് ചെയ്യും, ആ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓൾസോ എയർബോൺ സ്പോർട്സ്. പിന്നെ ചില സമയങ്ങളിൽ മരങ്ങൾ അടുത്തടുത്ത് നടുമ്പോയിട്ട് വേരുകളൊക്കെ ഒത്തിരി ദൂരം പോകും അല്ലെ. അപ്പോൾ ഇൻഫെക്ട് ചെയ്യുന്ന ഒരെണ്ണത്തിന്റെ റൂട്ട് മറ്റൊരു റൂട്ടുമായിട്ട് ക്ലോസ്ലി പ്രസന്റ് ആണെങ്കിൽ അത് ചിലപ്പോൾ അടുത്തയിലേക്ക് പെട്ടെന്ന് പകർന്നു ചെല്ലാനും ചാൻസ് ഉണ്ട്. പിന്നെ ഓൾസോ ഫംഗൽ സ്ട്രക്ചേഴ്സിന്റെ സ്പോറുകൾ ഉണ്ടല്ലോ, സ്പോർസ് ഉണ്ട്, എയർബോൺ ആയിട്ടുള്ള സ്പോറുകളുണ്ട്. അപ്പൊ അതുവഴിയും ഇത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൺട്രോൾ ചെയ്യേണ്ട മെത്തേഡ് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാന്റ് അവേ ഫ്രം പ്രീവിയസ്ലി ഇൻഫെക്റ്റഡ് റൂട്ട്സ്, റിമൂവ് ആൻഡ് ബേൺ ഇൻഫെക്റ്റഡ് റൂട്ട്സ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള റൂട്ട്സിനെ എടുത്ത് കളഞ്ഞ് കത്തിച്ച് കളയുക. പിന്നെ ഓൾറെഡി ഇൻഫെക്ട് ചെയ്തിട്ടുള്ള കുറെ ചെടികൾ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത് നടാതിരിക്കുക അടുത്ത ചെടികൾ. ആൻഡ് ഓൾസോ വാഷ് ദി കട്ട് പോർഷൻസ് വിത്ത് ട്രൈഡമോർ 0.5%, കവർ വിത്ത് വൂൾ ഡ്രസ്സിംഗ് കോമ്പൗണ്ട് ആൻഡ് ഡ്രെഞ്ച് പ്ലാന്റ് പീസസ് വിത്ത് ഫംഗിസൈഡ് സൊല്യൂഷൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ കട്ട് ചെയ്ത പോർഷൻ, അതായത് ഇൻഫെക്ട് ചെയ്ത റൂട്ടിനെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നില്ല, അപ്പൊ ആ കട്ട് ചെയ്ത പോർഷൻ ഒരു വൂണ്ട് ഡ്രസ്സിംഗ് പോലെ ചെയ്യുക, സോ ദാറ്റ് ഇനി ആ ഫംഗസ് വീണ്ടും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ട് ചെയ്ത പോർഷനെ ജസ്റ്റ് നമ്മൾ ട്രൈഡമോർഫ് വെച്ചൊന്ന് വാഷ് ചെയ്യും. എന്നിട്ട് ഒരു മുറിവ് കെട്ടുന്ന പോലെ നമ്മൾ കെട്ടിയിട്ട് ഫംഗിസൈഡ് സൊല്യൂഷനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ ഫംഗസ് വേറെ വന്ന് അറ്റാക്ക് ചെയ്യത്തില്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് ബ്രൗൺ റൂട്ട് ഡിസീസിനെ നമ്മൾ ടാക്കിൾ ചെയ്യുന്നത്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ഡിസീസ്, പോറിയ റൂട്ട് ഡിസീസ്. പോറിയ റൂട്ട് ഡിസീസ് ഉണ്ടാക്കുന്നത് ആ ഒരു അതിന്റെ പാത്തജന്റെ പേരിൽ നിന്നാണ് ഈ പേര് കിട്ടിയ കേട്ടോ, പോറിയ എന്ന് പറയുന്നത്. പോറിയ വിങ്ട എന്ന് പറയുന്ന പാത്തജൻ ആണ്, ഫംഗസ് ആണ് ഇത് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇതിന്റെ സിംറ്റംസും കൺട്രോൾ മെഷേഴ്സും നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ ബ്രൗൺ റൂട്ട് ഡിസീസിന്റെ പോലെ സിമിലർ ആണ്. സോ ഇവിടെ സിംറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞ സിംറ്റംസിൽ എന്തൊക്കെയാ പറഞ്ഞത്, ലീവ്സ് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും, പിന്നെ ഇൻഫെക്റ്റഡ് റൂട്ട്സ് കുറച്ച് തിക്കായിരിക്കും, പിന്നെ ബ്രൗണിഷ് ഡിസ്കളറേഷൻ ഒക്കെ കാണാൻ പറ്റും അല്ലേ. ആൻഡ് ഓൾസോ ഒരു പോയിന്റ് ഇവിടെ മിസ് ചെയ്തിരുന്നു, ഓൾഡ് സ്റ്റംസ് മേ ഡെവലപ്പ് ലാർജ് ഹാർഡ് ബ്രൗണിഷ് പേർപ്പിൾ ഫംഗൽ ബ്രാക്കറ്റ്സ്. ഈ ഫംഗസ് വന്ന് കൂടിയിട്ട് ഓൾഡ് സ്റ്റമ്പുകൾ, അതായത് പഴയ മരങ്ങളുടെ സ്റ്റമ്പുകൾ ഉണ്ടെങ്കിൽ അവിടേക്ക് എന്ത് ചെയ്യും, ഈ ലാർജ് കട്ടിയുള്ളൊരു പേർപ്പിൾ നിറത്തിലുള്ള ഈ ഫംഗസിന്റെ ഒരു ഗ്രോത്ത് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ബ്രൗൺ റൂട്ട് ഡിസീസിന്റെ സിംറ്റംസ്. അപ്പോ പോറിയ റൂട്ട് ഡിസീസ് വരുമ്പോൾ ഇതൊക്കെ തന്നെയാണ്, പക്ഷെ വിത്ത് ലെസ് സോയിൽ എൻക്രസ്റ്റേഷൻ ആൻഡ് പ്രസൻസ് ഓഫ് വൈറ്റ് മാറ്റ് വിത്ത് റെഡ് ആൻഡ് ബ്ലാക്ക് ടിഞ്ചസ്. അപ്പോൾ ഇവിടെ സിംറ്റംസ് ഏകദേശം മറ്റതുപോലെയാണ്, അതായത് ഇല കൊഴിച്ചിലൊക്കെ കാണാൻ പറ്റും, റൂട്ടിന്റെ അവിടെ ഡിസ്കളറേഷൻ കാണാൻ പറ്റും, ഓൾഡ് സ്റ്റംപിൽ ഈ ഒരു പർപ്പിളിഷ് ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ബട്ട് വിത്ത് ലെസ് സോയിൽ എൻക്രസ്റ്റേഷൻ. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് സോയിൽ എൻക്രസ്റ്റേഷൻ കുറച്ച് കുറവായിരിക്കും. ഈ സോയിൽ എൻക്രസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു വേറൊരു സബ്സ്റ്റൻസ്, അതായത് റൂട്ടും സോയിലും ഉണ്ട്, പക്ഷെ അതല്ലാണ്ട് വേറെ എന്തൊക്കെയോ സബ്സ്റ്റൻസ് അവിടെ ഉണ്ടായിട്ട്
സോയിൽ ഭയങ്കര കട്ടിയാവുന്നുണ്ട്, ഒരു ഹാർഡ് ലെയർ പോലെ ഇരിക്കുന്നു എന്ന് പറയില്ലേ, അത് കുറച്ച് കട്ടി കുറവായിരിക്കും. ലെസ് സോയിൽ എൻക്രസ്റ്റേഷൻ, ഇച്ചിരി കട്ടി ഉണ്ടാവും, ബട്ട് നോട്ട് ആസ് മച്ച് ആസ് ബ്രൗൺ റൂട്ട് ഡിസീസ്. സോ ഇങ്ങനൊരു ഹാർഡ് കോമ്പാക്ട് ലെയർ ഓഫ് സോയില് നമുക്ക് അത്രയും കട്ടിക്കായിരിക്കില്ല, കുറച്ച് കട്ടി കുറഞ്ഞിട്ടായിരിക്കും പോറിയ റൂട്ട് ഡിസീസിൽ കാണപ്പെടുന്നത്. ആൻഡ് ദ പ്രസൻസ് ഓഫ് വൈറ്റ് മാറ്റ്, അവിടെ നമുക്ക് കുറച്ച് വൈറ്റ് മാറ്റ്, അതായത് കളർ എന്ന് പറയുന്നത് കുറച്ച് വൈറ്റ് ഷെയ്ഡുള്ള കളർ നമുക്ക് അവിടെ ഒരു അപ്പിയറൻസ് അവിടെ കിട്ടുന്നുണ്ട്. അത് ഫംഗസിന്റെ പ്രസൻസ് ആണ് ഓരോ കളർ കാണിക്കുന്നത്. പിന്നെ കൺട്രോൾ ചെയ്യാനും നമ്മൾ അഗെയിൻ വൂണ്ട് ലൈക്ക് അത് റൂട്ടിനെ ക്ലിയർ ചെയ്ത് കട്ട് ചെയ്ത് കളയുക, കത്തിച്ച് കളയുക, പിന്നെ അവിടെ വേറെ ചെടികൾ നടാതിരിക്കുക, പിന്നെ ആ റൂട്ടിനെ നമ്മൾ കട്ട് ചെയ്ത വൂണ്ട് വന്ന പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രൈഡമോർഫ് വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ വൂണ്ട് ഡ്രസ്സിങ് ചെയ്യും, ഫംഗിസൈഡ് സൊല്യൂഷൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ട്. സോ അങ്ങനെ സിമിലർ ടു ബ്രൗൺ റൂട്ട് ഡിസീസ്, പോറിയ റൂട്ട് ഡിസീസ് നമ്മൾ സെയിം ആയിട്ടായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. Now coming on to the last section, minor ആയിട്ടുള്ള റൂട്ട് ഡിസീസസ് ആണ്. ഇത് നമുക്ക് ജസ്റ്റ് പേര് നോട്ട് ഒരു ഡിസീസിന്റെ പേര് പാത്തജനെ നമുക്ക് നോട്ട് ചെയ്യാനുള്ളൂ. പേർപ്പിൾ റൂട്ട് ഡിസീസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിസീസ് ഉണ്ട്, അത് ഹെലിക്കോബസിഡിയം കോമ്പാക്ടം, ഇതാണ് പാത്തജൻ. ഹെലിക്കോബസിഡിയം കോമ്പാക്ടം. ആൻഡ് ഇതിന് പേര് കിട്ടിയത് ഈ റൂട്ടിലാണല്ലോ ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ഈ റൂട്ടിന്റെ ഡിസ്കളറേഷൻ പേർപ്പിൾ കളർ ആയിരിക്കും, അതാണ് പേർപ്പിൾ റൂട്ട് ഡിസീസ് എന്ന് പറയുന്നത്. പിന്നെ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, വൈറ്റ് റൂട്ട് ഉണ്ട്, റെഡ് റൂട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ബ്രൗൺ റൂട്ട് പഠിച്ചു, അത് പോയിട്ട് വേറെ ഏതൊക്കെ നിറങ്ങളുണ്ട്, പർപ്പിൾ ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട് അല്ലെ. അപ്പൊ പർപ്പിളിലും പർപ്പിൾ കളർ ആയിരിക്കും ഇൻഫെക്റ്റഡ് റൂട്ട്സിനെ കാണുന്ന കളർ. പിന്നെ വൈറ്റും റെഡും അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല, നമുക്ക് അതിന്റെ പാത്തജൻ മാത്രമേ ഉള്ളൂ. വൈറ്റ് റൂട്ട് കാണുന്നത് കോസ് ചെയ്യുന്നത് റിജിഡോപോറസ് ലിഗ്നോസിസ്. റെഡ് റൂട്ട് വരുമ്പോൾ ഗാനോഡെർമ ഫിലിപ്പി. അടുത്ത ഡ്രൈ റൂട്ട് ഉണ്ട്. നമ്മളിപ്പം ലാസ്റ്റ് പറഞ്ഞത് പോറിയ റൂട്ടും ബ്രൗൺ റൂട്ടും അല്ലെ, അതുപോലെ തന്നെ ഡ്രൈ റൂട്ട് ഡിസീസ്. നമ്മൾ ഡ്രൈ റൂട്ട് സ്റ്റെമ്മിൽ പഠിച്ചു, പക്ഷെ ഇത് റൂട്ടിലായിട്ട് ഡ്രൈ റൂട്ട് റോട്ട്, വേണമെങ്കിൽ മറ്റൊരു ഡ്രൈ സ്റ്റെം റോട്ട് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്നത് എസ്റ്റലീന ഡ്യുവെസ്റ്റ ഗാനോഡെർമ ഫിലിപ്പി. ഒന്നുകിൽ ഇത് ഇല്ലെങ്കിൽ എസ്റ്റലീന ഡ്യുവെസ്റ്റ. ഇത് നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ, ഡ്രൈ റോട്ട്. ഇത് പക്ഷെ സ്റ്റെമ്മിലെ ഡ്രൈ റോട്ടാണ്. അപ്പൊ സ്റ്റെമ്മിലെ ഡ്രൈ റോട്ട് ആയാലും റൂട്ടിലെ ഡ്രൈ റോട്ട് ആയാലും നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള പാത്തോജൻ ആണ് ഇത് വരുന്നത്. പിന്നെയുള്ളത് സ്റ്റിങ്കിങ് റൂട്ട് റോട്ടാണ്, സ്ഫിറോസ്റ്റിൽബെ റിപ്പൻസ്, സ്റ്റിങ്കിങ് റൂട്ട് റോട്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് റബ്ബറിന്റെ ഡിസീസസിൽ പഠിക്കാനുള്ളത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, ഇന്നത്തെ ഒരു സെഷനിൽ ടൈപ്സ് ഓഫ് ഡിസീസസ് ഇൻ റബ്ബർ പഠിച്ചു. ലീഫിൽ അഫക്ട് ചെയ്യുന്നതും സ്റ്റെമ്മിലും റൂട്ടിലും വരുന്ന 3 ക്ലാസിഫിക്കേഷൻ വെച്ച് പഠിച്ചു. ആൻഡ് ലീഫിൽ കുറേയൊക്കെ നമ്മൾ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ളതാണ്. ലൈക്ക് ഓൾവേസ് ഒരു ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ഡിസീസ് ഏതാന്ന് എഴുതുക, ക്രോപ്പ് പേര് മെയിൻ ഹെഡിങ് ആയിട്ട് എഴുതുക, ഡിസീസിന്റെ പേര് എഴുതുക, പാത്തജൻ എഴുതുക, സിംറ്റംസ്, മാനേജ്മെന്റ്, പിന്നെ അഡീഷണൽ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നോട്ട്സ് ആയിട്ട് ഒരു കോളം കൂടി എഴുതുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ എളുപ്പം ഈസി ആവും ടു റിവൈസ് ആൻഡ് റിമെമ്പർ. ഓൾസോ സിംറ്റംസും ഡിസീസും ഒക്കെ കുറെയൊക്കെ കോമൺ ആണ് ഓരോന്നിലും ചോദിക്കുന്നത്. കാരണം ഈ പൗഡറി മൈൽഡ്യൂ, റൂട്ട് റോട്ട് ഡിസീസ്, ബ്ലൈറ്റ്, ലീഫ് ബ്ലൈറ്റ്, ലീഫ് സ്പോട്ട്, ഇതൊക്കെ ഇപ്പൊ റെപ്പറ്റേറ്റീവ് ആണ്. ബട്ട് സ്റ്റിൽ നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുമ്പോൾ എല്ലാ ക്രോപ്പിലും വരുന്ന ഡിസീസസ് കവർ ചെയ്യണമല്ലോ. സോ അങ്ങനെ നമ്മൾ പോകുന്നേ ഉള്ളൂ. ബട്ട് വിത്ത് റെപ്പിറ്റേറ്റീവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഈസി ആണ്. സോ അതിന് വേണ്ടിയിട്ട് ഈസി റിവിഷൻ വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ടേബിൾസ് എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് പിന്നീട് റിവൈസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ഒരു ക്രോപ്പിൽ ഏതൊക്കെ ഡിസീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും. ഇപ്പൊ സിംറ്റംസ് ഒക്കെ കോമൺ ആണ്, ഓർത്ത് വയ്ക്കാൻ എളുപ്പമാവും, മാനേജ്മെന്റും എളുപ്പമാവും, ഫംഗിസൈഡ്സ് ഏതൊക്കെയാണുള്ളത്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇതിനും റബ്ബറിനും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. സോ ടിൽ ദെൻ സ്റ്റഡി വിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇതാ ടെക് PSC നിങ്ങൾക്കായി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നിവയടങ്ങിയ ഈ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം വെറും 2999 രൂപയ്ക്ക്.